ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരീ സഹോദരങ്ങളെ, നിത്യസത്യജ്ഞാനത്തിൻ്റെ അഭിഷേകം നമ്മുടെ ജീവിതങ്ങളിൽ വ്യാപരിക്കുവാൻ കർത്താവ് ക്രമീകരിച്ചിരിക്കുന്ന ഈ ധ്യാന ശുശ്രൂഷകളിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ദൈവമക്കളെയും കർത്താവായ ഈശോയുടെ ജീവനുള്ള നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്നീ ദിവസം ലൂക്കായുടെ സുവിശേഷം 24 അധ്യായം 14-15 വചനങ്ങൾ ഏറ്റുചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് വചന ശുശ്രൂഷകളിലേക്ക് പ്രവേശിക്കാം. ഈ സംഭവങ്ങളെക്കുറിച്ചെല്ലാം അവർ സംസാരിച്ചു കൊണ്ടിരുന്നു. അവർ സംസാരിക്കുകയും വാദിക്കുകയും ചെയ്തുകൊണ്ട് പോകുമ്പോൾ യേശുവും അടുത്തെത്തി അവരോടൊപ്പം യാത്ര ചെയ്തു. ഈ സംഭവങ്ങളെക്കുറിച്ചെല്ലാം അവർ സംസാരിച്ചു കൊണ്ടിരുന്നു. അവർ സംസാരിക്കുകയും വാദിക്കുകയും ചെയ്തുകൊണ്ട് പോകുമ്പോൾ യേശുവും അടുത്തെത്തി അവരോടൊപ്പം യാത്ര ചെയ്തു. ഈശോയുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവായ ഈശോയെക്കുറിച്ച് നമ്മൾ അവ്യക്തമായിട്ടാണ് പറയുന്നതെങ്കിൽ കൂടി അവനെ ആത്മാർത്ഥമായി സ്നേഹിച്ചുകൊണ്ട് ഹൃദയത്തിൽ ഉടയവനായി അവനെ സ്വീകരിച്ചുകൊണ്ട് മക്കൾ അവനെക്കുറിച്ച് പറഞ്ഞു തുടങ്ങുമ്പം അവൻ നമുക്കൊപ്പം സഞ്ചരിക്കുവാൻ നിരന്തരം കടന്നു വരുന്നു. നമ്മുടെയൊക്കെ കുടുംബ പ്രാർത്ഥനകളുടെ പ്രത്യേകതകളെ നമ്മളൊരു നിമിഷം ഓർമ്മിക്കുക. പലപ്പോഴും നമ്മുടെ കുടുംബ പ്രാർത്ഥനകൾ അല്പം ക്ഷീണത്തിലും മടുപ്പിലുമൊക്കെ ആയിരിക്കാം. എങ്കിൽ പോലും ഈശോയുടെ കരുണയിൽ പങ്കുചേർന്നുകൊണ്ട് അച്ഛൻ പറയുകയാണ്, വിശ്വാസത്തോടെ നമുക്ക് ക്ഷീണവും പ്രാരാബ്ധത്തിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിലും ഈശോയെന്ന് ഹൃദയത്തിൽ നിന്ന് വിളിച്ചുകൊണ്ട് മക്കൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളുടെ ഇടയിൽ ഈശോ വരുന്നുണ്ട്. അതാണ് നിലയ്ക്കാത്ത കുടുംബ പ്രാർത്ഥനകൾ ഉള്ള ഭവനങ്ങളുടെ നന്മ നിലനിൽക്കുന്നതിന് പിന്നിലുള്ള കാരണം. ഈശോ മിശിഹായെ മുഴുവൻ വ്യക്തതയിലല്ലെങ്കിൽ കൂടി അവൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന മക്കളിലേക്ക് കർത്താവിൻ്റെ ഒരു കരുണ കടന്നു വരുന്നുണ്ടെന്ന് മക്കൾ വിശ്വസിക്കണം. നമ്മൾ ഏറ്റുചൊല്ലുന്ന പ്രാർത്ഥനകൾക്ക്, യാമങ്ങളിൽ അർപ്പിക്കുന്ന സമർപ്പണ പ്രാർത്ഥനകൾക്ക്, യാമ പ്രാർത്ഥനകൾക്ക് വലിയ ശക്തിയുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കണം. കാരണം എൻ്റെ നിങ്ങളുടെയൊക്കെ ഉള്ളിൽ ഈശോ വസിക്കുന്നുള്ളത് കൊണ്ട് ഈശോയുടെ നാമം മക്കൾ ഉച്ചരിക്കുന്നിടത്ത് അവൻ വരും. ഈ രാവിൽ നമ്മൾ അവിടുത്തെ ജീവനുള്ള വചനം ഉച്ചരിക്കുമ്പം ദൈവമക്കൾ പരിപൂർണമായിട്ട് വിശ്വസിക്കണം, നമ്മുടെ ഭവനങ്ങളിലേക്ക്, നമ്മുടെ കൂട്ടായ്മകളിലേക്ക് ഈശോ കടന്നു വരുന്നുണ്ട്. ഈശോ കടന്നു വന്ന് മക്കളുടെ വേദനകളിൽ സുഖപ്പെടുത്താൻ, രോഗങ്ങളിൽ സുഖപ്പെടുത്താൻ, ഭയ ആശങ്കകളിൽ, നിരാശ ആകുലങ്ങളിൽ ബലപ്പെടുത്താൻ ഈശോ കടന്നു വരും. നമ്മുടെ എല്ലാ അവ്യക്തതകളിലേക്കും കർത്താവിൻ്റെ നാമം കടന്നു വരുവാൻ, നമ്മളിന്ന് പ്രയാസപ്പെടുന്ന എല്ലാ കാര്യങ്ങളിലും കർത്താവിൻ്റെ ഒരു ഇടപെടൽ ഉണ്ടാകാൻ ആഗ്രഹിച്ച് കർത്താവിൻ്റെ പ്രിയപ്പെട്ട മക്കൾ ഒരു നിമിഷം ആയിരിക്കുന്ന ഇടങ്ങളിൽ ഇരുന്നു കൊണ്ട് കരങ്ങൾ ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി. കർത്താവേ, അങ്ങയുടെ മക്കൾ അവ്യക്തമായി ആണെങ്കിൽ പോലും അങ്ങയുടെ നാമം ഉച്ചരിക്കുമ്പം കർത്താവേ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അങ്ങ് വരുന്നുവല്ലോ. അന്ന് എമ്മാവുസിലേക്ക് പോയ അങ്ങയുടെ പ്രിയപ്പെട്ട ശിഷ്യന്മാർ അവ്യക്തമായി അങ്ങയുടെ നാമം പറഞ്ഞുകൊണ്ടിരിക്കുമ്പം അവരുടെ ധാരണകൾ പിശകായിരുന്നെങ്കിൽ പോലും കർത്താവെ അങ്ങ് അവരുടെ ഉള്ളിൽ ആത്മാർത്ഥമായൊരു സ്നേഹവിഷയമായി അവർ പങ്കുവെച്ചതുകൊണ്ട് അവർക്കിടയിലേക്ക് അങ്ങ് നടന്നു ചെന്നല്ലോ. അവരോടൊപ്പം എമ്മാവൂസിൻ്റെ ആ സ്ഥലത്തേക്ക് അങ്ങ് അനേകം സമയം അവരുടെ കൂടെ ചെലവഴിച്ച് കർത്താവ് അനേക കാത ദൂരം അങ്ങ് അവർക്കൊപ്പം കൂടെ അനുയാത്ര ചെയ്തല്ലോ. ഈ രാവിൽ ഈശോയെ അങ്ങയുടെ സ്നേഹം ഞങ്ങളെയും തട്ടി ഞങ്ങൾ ഓരോരുത്തരും കൂടുതൽ വിലയുള്ള അങ്ങയുടെ നാമം വഹിക്കുന്ന മക്കളായി രൂപാന്തരപ്പെടട്ടെ. കർത്താവേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് തരണമേ. ഈശോയെ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ വചനം സ്വീകരിക്കാൻ തക്ക വിധം ഞങ്ങളുടെ ജീവിതങ്ങളിൽ കർത്താവെ അങ്ങ് തരണമേ. വചനശക്തി ഞങ്ങളുടെ ആത്മാവിൽ സ്വീകരിക്കപ്പെടാൻ ദൈവാത്മാവിൻ്റെ ശക്തി ഞങ്ങളുടെ ജീവിതങ്ങളിലേക്കും കടന്നു വരട്ടെ. ഞങ്ങളുടെ അവ്യക്തതകൾ ഈശോ ഏറ്റെടുക്കട്ടെ. ഞങ്ങളുടെ കുറവുകൾ ഈശോ പരിഹരിക്കട്ടെ. ഞങ്ങളുടെ വിശ്വാസ കുറവുകൾ കർത്താവ് പരിഹരിക്കട്ടെ. ഓ പരിശുദ്ധാത്മാവേ, ഈ രാവിൽ നിത്യതയുടെ വെളിച്ചം ഞങ്ങൾക്ക് തരണമേ. ഈ ഭൂമിയിൽ
കുരുങ്ങിപ്പോയ ഞങ്ങളെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നോക്കാൻ ഞങ്ങളെ പ്രേരിപ്പിക്കണമേ. ഞങ്ങൾക്ക് ശക്തി തരണമേ പരിശുദ്ധാത്മാവേ. പാവനാത്മനേ പരിശുദ്ധാത്മാവേ, നിൻ തിരുചൈതന്യം ഞങ്ങൾ കേൾക്കണമേ. പാവനാത്മനേ പരിശുദ്ധാത്മാവേ, നിൻ തിരുചൈതന്യം ഞങ്ങൾ കേൾക്കണമേ. ത്രിയേക ദൈവത്തിൻ നിത്യസഹായകനേ, നിത്യം വാഴണമേ പരിശുദ്ധാത്മാവേ. ത്രിയേക ദൈവത്തിൻ നിത്യസഹായകനേ, നിത്യം വാഴണമേ പരിശുദ്ധാത്മാവേ. പരിശുദ്ധാത്മാവേ പറന്നിറങ്ങണമേ, വരദാനങ്ങളുമാ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ പറന്നിറങ്ങണമേ, വരദാനങ്ങളുമാ വന്നു നിറയണമേ. സ്നേഹത്തിൻ പുതുജീവൻ നീ ഞങ്ങളിലൂതണമേ. സ്വർഗത്തിൻ പ്രഭ ചൊരിയാനായി ചിറകുവിരിക്കണമേ. സ്നേഹത്തിൻ പുതുജീവൻ നീ ഞങ്ങളിലൂതണമേ. സ്വർഗത്തിൻ പ്രഭ ചൊരിയാനായി ചിറകുവിരിക്കണമേ. നിത്യതയിൽ നീ ഞങ്ങൾക്കായി അഭയം നൽകണമേ. ആത്മാവേ നീ വാഴണമേ പരിശുദ്ധാത്മാവേ. നിത്യതയിൽ നീ ഞങ്ങൾക്കായി അഭയം നൽകണമേ. ആത്മാവേ നീ വാഴണമേ പരിശുദ്ധാത്മാവേ. പരിശുദ്ധാത്മാവേ പറന്നിറങ്ങണമേ, വരദാനങ്ങളുമാ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ പറന്നിറങ്ങണമേ, വരദാനങ്ങളുമാ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ പറന്നിറങ്ങണമേ, വരദാനങ്ങളുമാ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ വേഗം പറന്നിറങ്ങണമേ, വരദാനങ്ങളുമാ വന്നു നിറയണമേ. കരങ്ങൾ നമുക്ക് ഹൃദയത്തോട് ചേർത്ത് വെക്കാം. ദൈവവചനം ആത്മാവിൽ സ്വീകരിക്കുവാൻ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങൾക്ക് രൂപാന്തരീകരണം തരുന്ന ജീവനുള്ള അവിടുത്തെ വചനം നമ്മുടെ ഹൃദയങ്ങളെ വ്യത്യാസപ്പെടുത്തുവാൻ നമുക്ക് നമ്മളെ തന്നെ കർത്താവിൻ്റെ വചനത്തിന് സമർപ്പിക്കാം. വചനത്തിൻ്റെ യഥാർത്ഥ എഴുത്തുകാരനായ പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവിൽ പ്രവേശിക്കുമ്പോഴാണ്, വചനം വിശദീകരിച്ച് വ്യാഖ്യാനിച്ച് തരുമ്പോഴാണ് അത് നമുക്ക് വെളിപ്പെടുന്നത്, അത് നമുക്ക് മനസ്സിലാകുന്നത്, നമ്മുടെ ജീവിതത്തെ മാനസാന്തരത്തിലേക്ക് നയിക്കുന്നത്. പ്രിയപ്പെട്ട എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ഈ ദിനങ്ങളിൽ ജീവനുള്ള കർത്താവിൻ്റെ വചനം അവിടുത്തെ നിത്യസത്യങ്ങളെ നമ്മുടെ മുമ്പിൽ ഓർമ്മിപ്പിച്ച് തരുമ്പം നിലനിൽക്കുന്നതിന് വേണ്ടി നിലകൊള്ളുവാൻ ദൈവമക്കൾ ആത്മീയ തീരുമാനം എടുക്കണമെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വെളിപ്പെടണം. ദൈവത്തിൻ്റെ ജീവനുള്ള വചനത്തിൻ്റെ ഉന്നതമായ ശക്തി, കർത്താവിൻ്റെ ആത്മാവിൻ്റെ അപരിമയമായ കൃപയിലൂടെ നമ്മുടെ ജീവിതങ്ങളിൽ വെളിപ്പെട്ട് കിട്ടുവാൻ എല്ലാ മക്കളും ആഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞു മക്കൾക്ക്, യൗവനങ്ങൾക്ക് കർത്താവിൻ്റെ വചനത്തിൻ്റെ വലിയ ദർശനം കിട്ടി അവർ രൂപാന്തരപ്പെടാൻ, അവർ വില കൂടിയ വിശുദ്ധരായി ഈ ഭൂമിയിൽ നില ഉറപ്പിക്കാൻ, അവരുടെ യാത്രകളിൽ, അവരുടെ ഓരോ പാദമുദ്രകളിൽ വിശുദ്ധി അവരെ നിരന്തരം അനുഗമിക്കാൻ കർത്താവേ സഹായിക്കണമേന്ന് നമുക്ക് ഈ രാവിൽ ആഗ്രഹിക്കാം. നമ്മുടെ കുഞ്ഞുമക്കളെ, നമ്മുടെ യുവതികളെ, നമ്മുടെ പ്രിയപ്പെട്ട യുവാക്കന്മാരെ
കർത്താവിൻ്റെ വചനത്തിന് സമർപ്പിക്കാം. ഈ കാലഘട്ടത്തിൽ കർത്താവേ, അങ്ങയുടെ മക്കൾ കടന്നു പോകുന്ന എല്ലാ വഴികളിലേക്കും അന്ന് എമ്മാമൂസിലെ ശിഷ്യന്മാരോടൊപ്പം അങ്ങ് സഞ്ചരിച്ചതുപോലെ അങ്ങ് യാത്ര ചെയ്യണമേ. കർത്താവേ, നിത്യസത്യങ്ങളെക്കുറിച്ച് ഞങ്ങൾ തിരിച്ചറിവുള്ളവരായി നടന്നു നീങ്ങാൻ കർത്താവേ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവേ, ഈ മണ്ണിൽ ഒത്തിരി കുരുങ്ങിപ്പോയ ഞങ്ങളെ കർത്താവേ സ്വർഗത്തിലേക്ക് കണ്ണു നോക്കാൻ സഹായിക്കണേ. ജീവനുള്ള ഈശോയെ, അങ്ങയുടെ വചനം ഞങ്ങളെ സഹായിക്കട്ടെ. അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങൾ ഈ രാവിൽ സഞ്ചരിക്കുവാൻ, പരിശുദ്ധാത്മാവിനാൽ എല്ലാ കാര്യങ്ങളും വെളിപ്പെട്ട് കിട്ടുവാൻ ഞങ്ങളെ തന്നെ പരിശുദ്ധാത്മാവിന് സമർപ്പിക്കുന്നു. കർത്താവിൻ്റെ മഹത്വം നമ്മൾ ഓരോരുത്തരിലും നിറയാൻ നമുക്ക് ആത്മാർത്ഥമായി പരസ്പരം പ്രാർത്ഥിക്കാം. വ്യത്യസ്ത സ്ഥലങ്ങളിലിരുന്ന്, ലോകത്തിൻ്റെ വ്യത്യസ്തമായ ഭൂഖണ്ഡങ്ങളിലിരുന്ന് ദൈവജന ശുശ്രൂഷയിൽ പങ്കുചേരുന്ന ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മക്കളെല്ലാവരും ഈ രാവിൽ കർത്താവിൻ്റെ മഹത്വത്താൽ നിറയപ്പെടാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രിയപ്പെട്ട കുഞ്ഞുമക്കൾ, യുവാക്കൾ, യുവതികൾ കർത്താവിൻ്റെ അനുഗ്രഹം പ്രാപിക്കാൻ പ്രാർത്ഥിക്കുന്നു. രോഗികൾ കർത്താവിൻ്റെ നാമത്തിൽ സൗഖ്യപ്പെടാൻ പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട കർത്താവിൻ്റെ മക്കളെ, ഈ രാവിൽ നമ്മൾ അറിയേണ്ട വലിയൊരു സത്യം, ജീവനുള്ള കർത്താവിൻ്റെ വചനം അതിൻ്റെ പൂർണ്ണ അർത്ഥത്തിൽ സ്വീകരിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് ദൈവമക്കൾ വചന സ്വീകരണത്തിനായി കാത്തു നിൽക്കുമ്പം നമ്മുടെ ജീവിതങ്ങളിൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കും. കാരണം അത് അപ്പസ്തോല സഭയ്ക്ക് അനുഭവമായ സത്യമാണ്. കാരണം അപ്പസ്തോല സഭ പ്രവർത്തനങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. പത്രോസ്, പൗലോസ് അപ്പസ്തോലന്മാർ, അവർ കർത്താവിൻ്റെ വചനം, ആ രക്ഷയുടെ വചനം, സുവിശേഷത്തിൻ്റെ നവീനത അവർ പങ്കുവച്ച് കടന്നുപോയ സ്ഥലങ്ങളിലെല്ലാം വലിയ അത്ഭുതങ്ങളും വിമോചനങ്ങളും വിടുതലുകളും സംഭവിച്ചുകൊണ്ടേയിരുന്നു. അവർ പ്രത്യേകമായ ഏതെങ്കിലും രോഗസൗഖ്യ ശുശ്രൂഷകൾ ചെയ്യുന്നതായി നമ്മളധികം കാണുന്നില്ല. അതിനപ്പുറം അവർ നിരന്തരം ജീവനുള്ള കർത്താവിൻ്റെ തിരുവചനം പങ്കുവെച്ചുകൊണ്ടേയിരുന്നു. ആ ജീവനുള്ള വചനത്തിൻ്റെ ശക്തി, അപരിമേയമായ സുവിശേഷത്തിൻ്റെ ശക്തി, നിത്യജീവൻ്റെ വചനത്തിൻ്റെ ശക്തി ദൈവമക്കളുടെ ജീവിതങ്ങളിൽ പതിച്ചപ്പോൾ ദൈവമക്കൾ സൗഖ്യപ്പെട്ടു, വിമോചനം ലഭിച്ചു, വിശുദ്ധീകരണം കിട്ടി, വലിയ മാനസാന്തര അനുഭവം അന്നവിടെ ഉണ്ടായി. പ്രിയപ്പെട്ടവർ, ഇന്നും നമ്മൾ സത്യമായും തിരിച്ചറിയണം, ജീവനുള്ള കർത്താവിൻ്റെ വചനം, പരിശുദ്ധ തിരുസഭ നമ്മെ പഠിപ്പിക്കുന്ന കറയില്ലാത്ത അവിടുത്തെ സത്യപ്രബോധനം, അവിടുത്തെ സുവിശേഷം നമ്മൾ ആത്മാർത്ഥമായ ദാഹത്തോടെ സ്വർഗത്തിലേക്ക് നോക്കി, നമ്മുടെ നിയോഗമായ നിത്യജീവനിലേക്ക് നോക്കി നമ്മൾ പഠിക്കുമ്പോൾ അത് നമ്മുടെ മാനസാന്തരത്തിന്, വിശുദ്ധീകരണത്തിന് കാരണമാകണമേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ ഗൗരവമായി പഠിക്കാൻ പരിശ്രമിക്കുമ്പം പ്രിയപ്പെട്ടവരെ, നമുക്കിടയിൽ ദൈവശക്തി കടന്നു വന്ന് നമ്മളെ ബാധിച്ചിരിക്കുന്ന തിന്മയുടെ സ്വാധീനങ്ങൾ നമ്മളിൽ നിന്ന് വിട്ടുമാറും, രോഗപീഠകൾ വിട്ടുമാറും. അതിനുവേണ്ടി പ്രത്യേക ഒരു ശുശ്രൂഷ നിർവഹിക്കപ്പെടേണ്ട ആവശ്യം പ്രത്യേകമായിട്ടില്ല. കാരണം സുവിശേഷത്തിന് അപരിമേയമായ ദൈവശക്തിയുണ്ട്. സുവിശേഷത്തെ പ്രതി ഞാൻ ലജ്ജിക്കുന്നില്ല എന്ന് പൗലോസ് അപ്പസ്തോലൻ പറയുമ്പം ഈ അപരിമേയമായ ദൈവശക്തി അതിൽ നിന്ന് നിർഗളിക്കുന്നത് പൗലോസ് ശ്ലീഹായ്ക്ക് പലവട്ടം കാണാൻ ദൈവം അവസരം കൊടുത്തതുകൊണ്ടാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ കൃപയാൽ ഈ രാവിൽ നിത്യസത്യങ്ങളെ നമ്മൾ ധ്യാനിച്ചുകൊണ്ട് സുവിശേഷം സ്വീകരിക്കുമ്പം നമ്മുടെ ജീവിതങ്ങളിൽ കർത്താവിൻ്റെ സാന്നിധ്യം വെളിപ്പെടും. നമ്മുടെ കുടുംബങ്ങളിൽ, സമൂഹങ്ങളിൽ അത്ഭുതങ്ങൾ സംഭവിക്കും. കാലാകാലങ്ങളായി നമ്മളെ പ്രയാസപ്പെടുത്തിക്കൊണ്ടിരുന്ന പല കാര്യങ്ങളിലെ ബന്ധനങ്ങൾ, സ്വാധീനങ്ങൾ നമ്മുടെ ജീവിതങ്ങളിൽ, കുടുംബങ്ങളിൽ തനിയെ വിട്ടുപോകും. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ നമുക്കുള്ളൊരു സുവിശേഷമാണ്, സുവിശേഷം ഗൗരവമായി പഠിക്കുക, സുവിശേഷത്തിൻ്റെ ആഴം അന്വേഷിക്കുക, സുവിശേഷം നമ്മെ നയിക്കുന്ന സ്വർഗത്തിലേക്ക് കണ്ണു നോക്കി സുവിശേഷത്തിൻ്റെ എല്ലാ അധ്യായങ്ങളും കടന്നു പോകാൻ, സുവിശേഷത്തിൻ്റെ ആത്മാവിനെ സ്വീകരിച്ചുകൊണ്ട് ജീവിതം പൗത്രീകരിക്കാൻ, നവീകരിക്കാൻ, ശുദ്ധീകരിക്കാൻ, കേടുപാടുകൾ പോക്കാൻ ദൈവമക്കൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കെ നമ്മുടെ ജീവിതങ്ങളിൽ കർത്താവ് ഇറങ്ങി വരും. ദൈവത്തിൻ്റെ വലിയ കൃപ നമുക്കൊപ്പം ഉണ്ടാകട്ടെ. നിത്യസത്യ ജ്ഞാന ധ്യാനത്തിൻ്റെ 2-ാം ദിവസമായ ഇന്ന് നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ നിർണായകമായ കാര്യങ്ങളെ ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ്. നിത്യസത്യങ്ങളിലെ 1-ാമത്തെ നിത്യസത്യം, മരണത്തെ നമ്മൾ ആദ്യ ദിവസം ധ്യാനിച്ചു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ യാത്ര മുൻപോട്ട് പോകുമ്പം
ഈ ദിവസം വളരെ പ്രത്യേകമായി മരണത്തിന് ശേഷം നമുക്ക് സംഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളെ നമ്മൾ ഇന്ന് ധ്യാനിക്കുകയാണ്. മരണത്തോട് ചേർന്ന് വിധി സംഭവിക്കുന്നു. മരണത്തിന് ശേഷം എൻ്റെ ആത്മാവ് നിത്യതയിലേക്ക് കർത്താവിനെ തേടി യാത്ര പോകുന്നു. എൻ്റെ ശരീരം ആത്മാവിൽ നിന്ന് വേർപെട്ട് ശരീരം കർത്താവിൻ്റെ സന്ദർശനത്തിനായി, തമ്പുരാൻ്റെ രണ്ടാം വരവിനായി അവിടുത്തെ പ്രതീക്ഷയോടെ കാത്തുകിടക്കുന്നു. എൻ്റെ ആത്മാവ് എവിടുന്നാണോ വന്നത് ആ തമ്പുരാനെ തേടി യാത്ര പോകുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ പ്രത്യേകമായി നമ്മളുടെ ധ്യാന വിഷയമാക്കുന്നത് ശരീരങ്ങളുടെ ഉയിർപ്പും നമ്മുടെ മരണത്തോട് ചേർന്ന് സംഭവിക്കുന്ന തനത് വിധിയുമാണ്. പ്രിയപ്പെട്ട എൻ്റെ സഹോദരീ സഹോദരങ്ങളെ, ഈ ഗൗരവമുള്ള നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായ ഈ കാര്യങ്ങളെ നമ്മുടെ ആത്മാവിൽ യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ സ്വീകരിക്കാൻ വേണ്ടി എല്ലാവരും ഒന്ന് ആഗ്രഹിച്ചേ. നമ്മൾ എത്രത്തോളം ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ഗൗരവമായി ആഗ്രഹിക്കുന്നു, അതനുസരിച്ചായിരിക്കും ഓരോരുത്തരുടെയും ജീവിതങ്ങളിൽ ഇതിൻ്റെ അനുഗ്രഹങ്ങൾ വെളിപ്പെടുന്നത്. ഓരോ വ്യക്തികൾക്കും അത് അനുഭവമായി മാറുന്നത്. ഈ നിമിഷങ്ങളിൽ പ്രിയപ്പെട്ട എൻ്റെ സഹോദരി സഹോദരങ്ങളെ, നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കട്ടെ, കർത്താവേ അങ്ങ് ഞങ്ങളോട് സംസാരിക്കണമേ, ഞങ്ങളെക്കുറിച്ചുള്ള അവിടുത്തെ സുവിശേഷം ഞങ്ങളോട് പറയണമേ. കർത്താവേ ഞങ്ങളെക്കുറിച്ച് അങ്ങ് നന്നായി അറിയുന്നല്ലോ, ഞങ്ങൾ എവിടെ ഒക്കെ കുരുങ്ങി കിടക്കുന്നുണ്ടെന്ന് അങ്ങേക്ക് നന്നായിട്ട് അറിയാം. ഞങ്ങളുടെ ദിശകൾ തിരിയേണ്ട മേഖലകൾ അങ്ങേക്ക് നന്നായിട്ട് അറിയാം. ഒന്നും അങ്ങയിൽ നിന്ന് അജ്ഞാതമല്ല. പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങൾ, നമ്മൾ അറിയേണ്ട സത്യമാണ്, നമ്മുടെ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നമ്മൾ നിൽക്കപ്പെടുമ്പം സൂര്യവെട്ടത്തേക്കാൾ വെട്ടമുള്ള തമ്പുരാൻ്റെ കണ്ണിൽ എല്ലാം തുറക്കപ്പെടും. അവൻ്റെ സന്നിധിയിൽ നിൽക്കേണ്ടവരാണ് നമ്മൾ. ആ വലിയ തിരിച്ചറിവ് നമുക്ക് വേണം. കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഈ ലോകത്തിൽ മനുഷ്യരുടെ മുമ്പിൽ നിൽക്കുമ്പം നമ്മുടെ കുറവുകൾ ആർക്കും തന്നെ വ്യക്തമായി അറിയുകയില്ല. എന്തെല്ലാം കുറവുകൾ മറച്ചിട്ടാണ് നമ്മളൊക്കെ ഈ ഭൂമിയിലൂടെ യാത്ര ചെയ്യുന്നത്. നമ്മൾ ആ യാത്ര ഇങ്ങനെ ഭൂമിയിൽ നടത്തി യാത്ര തുടർന്ന് യാത്ര പൂർത്തീകരിക്കുമ്പം നമ്മൾ അറിയണം, നമ്മൾ എത്തപ്പെടുന്നത് എല്ലാം അറിയാവുന്ന, നമ്മെ സ്നേഹിക്കുന്ന പക്ഷെ എല്ലാം അറിയാവുന്ന കർത്താവിൻ്റെ സന്നിധിയിലേക്കാണ്. ആ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നമ്മൾ ആയിരിക്കുന്ന അവസ്ഥയിൽ കാണപ്പെടും. ആ കർത്താവാണ് വചനത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്, നിൻ്റെ കാര്യസ്ഥതയുടെ കണക്ക് ബോധിപ്പിക്കുക, നിൻ്റെ കാര്യസ്ഥതയുടെ കണക്ക് ബോധിപ്പിക്കുക. അത് ഈ ഭൂമിയിൽ വെച്ച് തന്നെ പ്രിയപ്പെട്ടവർ തിരിച്ചറിവായിട്ട് കിട്ടിയാൽ ആ നേരം നമ്മൾ പ്രയാസപ്പെടത്തില്ല, ആ നേരം നമ്മൾ വിമ്മിഷ്ടപ്പെടത്തില്ല, കണക്കില്ലാത്ത പുസ്തകമായിട്ട് ജീവിതം മാറത്തില്ല. അന്ന് ദുരന്തത്തിലേക്ക് നമ്മൾ നടന്നു പോകേണ്ടി വരത്തില്ല. ഇനി സത്യങ്ങളെ ഗൗരവമായി പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും സുപ്രധാനമായ വിവരമായി ഈ കാര്യത്തെ സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറായാൽ നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടും. ക്രിസ്ത്യാനികരണം എന്നൊരു പുസ്തകമുണ്ട്. വിശുദ്ധ ബൈബിൾ കഴിഞ്ഞാൽ പരിശുദ്ധ സഭയിൽ ഏറ്റവും കൂടുതൽ വായിച്ച ഒരു ആത്മീയ ഗ്രന്ഥമെന്ന് അനേകം പേര് പങ്കുവെക്കുന്ന പുസ്തകമാണ്. നീണ്ട നൂറ്റാണ്ടുകളായി സന്യാസ ഭവനങ്ങളിൽ അനുദിനം വായിക്കപ്പെടുന്ന ഒരു പുസ്തകം. പ്രിയപ്പെട്ട ഈ പുസ്തക ഗ്രന്ഥകർത്താവ് തോമസ് അക്കംബിസ് എന്ന വിശുദ്ധനായ ആ ഗ്രന്ഥകർത്താവ് ഇങ്ങനെ ഒരു കാര്യം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഈ ഭൂമിയിലെ ഏറ്റവും വലിയ നഷ്ടം എന്താ? അദ്ദേഹം ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുകയാണ്. ഈ ഭൂമിയിലെ ഏറ്റവും വലിയ നഷ്ടം നമ്മൾ വിചാരിക്കുന്ന ഒന്നുമല്ല, നമുക്കില്ലാത്തൊരു വീടല്ല, വാടക വീട്ടിലാണ് വർഷങ്ങൾ കഴിയുന്നത്, അതിൻ്റെ നൊമ്പരം മാറാത്ത മക്കളുണ്ടാകാം, ദാമ്പത്യത്തിൽ കുഞ്ഞുങ്ങളില്ല എന്ന വലിയ ദുഃഖം ഭാരമായിട്ട് അനുഭവിക്കുന്ന മക്കളുണ്ടാകാം. തീർച്ചയായിട്ടും അതൊക്കെ ദുഃഖം തന്നെയാണ്. പക്ഷേ ആ ദുഃഖത്തിനൊക്കെ മുകളിൽ പ്രിയപ്പെട്ടവർ നമ്മൾ കാണേണ്ട ആ വലിയ സത്യത്തെ ഈ ഗ്രന്ഥകർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മൾ ബാക്കി കണക്ക് കൂട്ടുന്ന നമ്മുടെ ദുഃഖങ്ങളൊക്കെ ഇല്ലേ, അതെല്ലാം കടന്നു പോകും. അതെല്ലാം ഈ ഭൂമിയുടേതാണ്, അതെല്ലാം കടന്നു പോകും. നമുക്കില്ലാന്ന് വിചാരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള എല്ലാ വ്യഥകൾക്കും അത്രയൊക്കെ കാര്യമുള്ളൂ എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ തിരിച്ചറിയണം. അത്രയേ ഉള്ളൂ. പല കാര്യങ്ങളും നമ്മൾ സമ്പാദിച്ച് കൂട്ടി നമ്മുടെ ഭാഗമായി കഴിയുമ്പം പിറ്റേന്ന് മുതൽ അത് നമ്മളെ ബാധിക്കുന്ന പോലുമില്ല. വലിയ വീട് 2 നില 3 നിലയൊക്കെ പണിതിട്ട് 2ാം നിലയിലിട്ട് കയറാൻ മുട്ടിന് വഴങ്ങാത്തപ്പം നമ്മൾ മനസ്സിലാക്കുകയാണ്, ദൈവമേ 2ാം നിലയൊന്നും വേണ്ടായിരുന്നു,
ഇന്ന് പ്രിയപ്പെട്ട ഈ ലോകത്തിൽ ഒരുക്കിയ എല്ലാ വിഭവങ്ങളുടെയും വിരുന്ന് മേശകളുടെയും സ്ഥിതി ഇത് തന്നെ. നമുക്ക് ഒരു ദിവസം 2 ദിവസം കുറച്ച് നാൾ കഴിയുമ്പം എല്ലാം ചെകിടിക്കും. പക്ഷേ തോമസ് അക്കംബീസ് പറയുകയാണ്, ഈ ഭൂമിയിലെ ഏറ്റവും വലിയ നഷ്ടം നമ്മൾ വേദനിക്കുന്ന നഷ്ടമല്ല പ്രിയപ്പെട്ടവരെ, അത് ക്രിസ്തുവിനെ നഷ്ടപ്പെടുന്ന, ഈശോയെ നഷ്ടപ്പെട്ടാൽ, യേശു ക്രിസ്തു നമുക്ക് അന്യനായി മാറിയാൽ പ്രിയപ്പെട്ടവർ, അതിൽ പരം മറ്റൊരു നഷ്ടമില്ല, അതിൽ പരം മറ്റൊരു ദുരന്തമില്ല. മറ്റൊന്നും ദുരന്തമെന്ന് പറയരുത്, മറ്റൊന്നും ദുരിതമെന്ന് പറയരുത്, എല്ലാം തീർന്നു അവസാനിച്ചൊന്ന് പറയരുത്. എപ്പോഴാ പറയേണ്ടത്? എപ്പോഴാ സങ്കടപ്പെടേണ്ടത്? എപ്പോഴാ കരയേണ്ടത്? കർത്താവുമായിട്ട് എനിക്ക് ബന്ധമില്ലല്ലോ, എൻ്റെ ഈശോ എനിക്ക് അന്യനാണല്ലോ. നമ്മുടെ മക്കളെ കുറിച്ചുള്ള ഏറ്റവും വലിയ നമ്മുടെ ദുഃഖം എന്തായിരിക്കണം? നമ്മുടെ കുഞ്ഞിന് A+ കിട്ടിയില്ല, IELTS കിട്ടിയില്ല, നമുക്ക് വിദേശത്തേക്ക് പോകാനുള്ള വിസയിൽ എന്തോ പ്രശ്നമുണ്ട്. നമ്മുടെ കൺവെൻഷനുകളിലെല്ലാം നമ്മൾ ഉയർത്തുന്ന പ്രാർത്ഥനകൾ മക്കളുടെ IELTSഉം മറ്റ് വിവരങ്ങളും വിശേഷങ്ങളും മാത്രമാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, അത് കുറവാണ്. എൻ്റെ കുഞ്ഞിന് ഈ അടുത്തായിട്ട് പ്രാർത്ഥനയോട് താല്പര്യമില്ല, കുർബാനയ്ക്ക് പോകാനൊരു താല്പര്യമില്ല, കുടുംബ പ്രാർത്ഥനയിൽ പങ്കുചേരുന്നില്ല, ബൈബിൾ തുറക്കുന്നില്ല. അതൊക്കെ ദുഃഖം, അതാണ് യഥാർത്ഥ ദുഃഖം. യേശു ക്രിസ്തുവിനോടുള്ള ബന്ധം അറ്റുനിൽക്കുക, അതിൽ പരം ഒരു ദുരന്തം വരാനില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിത്യസത്യങ്ങളെ നമ്മൾ ധ്യാനിക്കുമ്പം നമ്മൾ ഓർമ്മിക്കണം, യേശു ക്രിസ്തുവുമായിട്ടുള്ള ബന്ധമാണ് എല്ലാത്തിനെയും വ്യത്യാസപ്പെടുത്തുന്നത്. എന്നെ നിങ്ങളെയും വിലയുള്ളവരാക്കി മാറ്റുന്നത് മറ്റൊന്നുമല്ല. ഈശോയായിട്ട് എനിക്ക് എത്രത്തോളം ബന്ധമുണ്ട്, എനിക്ക് ഈ ഭൂമിയിൽ ഇത്രയും പേരെ അറിയാം, അതൊന്നും കാര്യമില്ല. കൊച്ചു ത്രേസ്യ പുണ്യവതിയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഈ ഭൂമിയിൽ ചുരുങ്ങിയ കാലമേ ജീവിച്ചുള്ളൂ, 23 വയസ്സ്. അതിനിടയിൽ 15-ാമത്തെ വയസ്സിൽ മിണ്ടാമടത്തിൽ ചെന്ന് കയറി. എന്നിട്ടോ അവളെക്കുറിച്ച് ആരോ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് അച്ഛൻ കേട്ടിട്ടുള്ളത് ഇങ്ങനെയാണ്: അവൾക്ക് അവളുടെ ആ മഠത്തിലും അവളുടെ കുടുംബാംഗങ്ങളും ഒഴികെ ലോകത്തിൽ അറിയാവുന്നവരുടെ എണ്ണം 18ഓ 20ഓ അങ്ങാണ്ട. പക്ഷേ അവൾക്ക് യേശു ക്രിസ്തുവിനെ നന്നായിട്ട് അറിയായിരുന്നു, ഈശോയെ നന്നായിട്ട് അറിയായിരുന്നു. ഈശോയ്ക്ക് അവളെയും, അവൾ ഉണ്ണീശോയുടെ കൊച്ചു ത്രേസ്യ ആയിരുന്നതുകൊണ്ട് ഈശോയ്ക്ക് അവളെ നന്നായി മനസ്സിലാകുമായിരുന്നു. അതുകൊണ്ട് അവളെക്കുറിച്ച് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക. അവൾ ഇന്ന് ഓർമ്മിക്കപ്പെടുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈശോയെ അറിയാവോ? ഈ രാവിലെ ഈ ചോദ്യത്തിന് ഉത്തരം തേടിയാൽ ജീവിതം മാറും. യേശുക്രിസ്തുവുമായിട്ടുള്ള നിൻ്റെ ബന്ധത്തിൻ്റെ ആഴം, ഗൗരവം വർദ്ധിപ്പിക്കാനുള്ള സമയമായി എന്ന് ഈശോ നമ്മളെ ഓരോരുത്തരെയും നോക്കി പറയുന്നുണ്ട്. കാരണം നിർണായക സമയത്ത് അവനാണ് എന്നോട് ചോദിക്കുന്നത്, നിൻ്റെ കാര്യസ്ഥതയുടെ കണക്ക് ബോധിപ്പിക്കുക. അതിനാൽ പ്രിയപ്പെട്ടവരെ, ഈ ദിവസം നമ്മൾ ധ്യാനിക്കുന്ന 2 വിഷയങ്ങൾ: ഒന്ന്, നമ്മുടെ മരണത്തിന് ശേഷമുള്ള ഉയിർപ്പ്; 2, മരണത്തോട് വളരെ ചേർന്നുള്ള നമ്മുടെ ജീവിതത്തിൽ നിർണായകമായ, ഏറ്റവും നിർണായകമായ നമ്മുടെ ജീവിതത്തിൻ്റെ തനത് വിധി എന്ന് വെച്ചാൽ മരണത്തോട് ഒപ്പം, മരണത്തിൻ്റെ ആ വിശുദ്ധ വിനാഴികയിൽ തന്നെ ഞാൻ കണ്ടുമുട്ടുന്ന എൻ്റെ കർത്താവ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് വേണ്ടിയുള്ള ഒപ്പീസ്, നമുക്ക് വേണ്ടിയുള്ള മതസംസ്കാര ശുശ്രൂഷകളിലെ പ്രാർത്ഥനകൾ ഇവിടെ ഈ ഭൂമിയിൽ നടന്നുകൊണ്ടിരിക്കെ തന്നെ നമ്മുടെ ആത്മാവ് അവനെ കണ്ടുമുട്ടിക്കഴിഞ്ഞു. അത്രയും തികഞ്ഞ ബോധ്യം നമുക്കുണ്ടാകണം. അത്രയും തികഞ്ഞ ബോധ്യമുള്ള ഒരു ഓർമ്മയിൽ ജീവിക്കുന്ന ഒരു ക്രിസ്ത്യാനിയാണോ നീ എന്ന സത്യം നമ്മൾ ചിന്തിക്കണം. എപ്പോഴാണ് മരണമെന്ന് അറിയാൻ പാടില്ലാത്ത ഞാനും നിങ്ങളും ഈ ഒരു ഓർമ്മ സ്മൃതി പദങ്ങളിൽ എവിടെയെങ്കിലും കരുതി വെച്ചിട്ടുണ്ടോ എന്ന് ആത്മാർത്ഥമായി ആത്മാവിനോട് ചോദിക്കുക, ഹൃദയത്തോട് ചോദിക്കുക, ശരീരത്തോട് ചോദിക്കുക, ബോധ മനസ്സിനോട് ചോദിക്കുക. എവിടെയാ ഓർമ്മ നഷ്ടപ്പെട്ട മനുഷ്യരായി നമ്മൾ മാറിയിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഇന്നീ രാവിൽ കർത്താവ് എന്നോട് ചോദിക്കുക, ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവ് നഷ്ടമായാൽ നിനക്കെന്ത് പ്രയോജനം? ഇത് അനേകരുടെ ഉറക്കം കെടുത്തി, അവർ വിശുദ്ധരുമായി. നമ്മളെ ഉറക്കം കെടുത്തുന്ന വേറെ പലതാ. അതൊന്നും നമ്മളെ വിശുദ്ധരാക്കത്തില്ല, മനോരോഗികളാക്കും, ഡിപ്രഷനിലേക്ക് നയിക്കപ്പെടും, നമ്മളെ വല്ലാതെ മൂകരാക്കും, നമ്മളെ വല്ലാതെ
ട്രബിൾഡ് ആക്കും. പക്ഷെ പ്രിയപ്പെട്ടവരെ, സുവിശേഷത്തിൻ്റെ ചോദ്യങ്ങൾ ആത്മാവിൽ കടന്നു വന്നാൽ നമ്മളെ വിലയുള്ളവരാക്കി ദൈവം മാറ്റും. ലോകം മുഴുവൻ നേടിയാലും നിൻ്റെ ആത്മാവ് നഷ്ടമായാൽ നിനക്കെന്ത് പ്രയോജനം? ലോകം മുഴുവൻ കീർത്തി കെട്ടി വലുതാകണമെന്ന് വിചാരിച്ച അനേകം മനുഷ്യരുടെ യാത്രകളുടെ വഴികളെ തടഞ്ഞ വചനം ഇത്. അനേകം മക്കളുടെ ജീവിതങ്ങളുടെ യാത്രാപഥങ്ങളെ, സഞ്ചാര പദങ്ങളെ വേർതിരിച്ചു വിട്ട വചനത്തിൻ്റെ ശക്തി പ്രിയപ്പെട്ടവരെ നമ്മുടെയൊക്കെ ജീവിതങ്ങൾക്കും കൃപയായിട്ട് കിട്ടാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ദിവസം കർത്താവിൻ്റെ വലിയ സ്നേഹത്താൽ പ്രേരിതമായി നമ്മുടെ ജീവിതങ്ങളിലേക്ക് രൂപാന്തരപ്പെടുത്തുന്ന കർത്താവിൻ്റെ സുവിശേഷം വെളിപ്പെടാൻ വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. ലൂക്കായുടെ സുവിശേഷത്തിൽ 24-ാം അധ്യായം, പ്രിയപ്പെട്ടവരെ, അവിടെ കർത്താവിൻ്റെ ഉത്ഥാനത്തിൻ്റെ പ്രഭാതത്തിൽ സംഭവിച്ച ഒരു കാര്യം നമ്മൾ വായിക്കുകയാണ്. ഇതിനെക്കുറിച്ച് 24-ാം അധ്യായം 4 മുതലുള്ള തിരുവചനങ്ങൾ. ഇതിനെക്കുറിച്ച് അമ്പരന്ന് നിൽക്കവേ 2 പേർ തിളങ്ങുന്ന വസ്ത്രങ്ങൾ ധരിച്ച് അവർക്ക് പ്രത്യക്ഷപ്പെട്ടു. അവർ ഭയപ്പെട്ട് മുഖം കുനിച്ചു. അപ്പോൾ അവർ അവരോട് പറഞ്ഞു, ജീവിച്ചിരിക്കുന്നവനെ നിങ്ങൾ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് എന്തിന്? അവൻ ഇവിടെ ഇല്ല, ഉയിർപ്പിക്കപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, ഈശോയുടെ മരണം എല്ലാത്തിൻ്റെ അവസാനമായി എന്ന് കരുതിക്കൊണ്ട് വലിയ കല്ല് അവൻ്റെ കല്ലറയ്ക്ക് മുൻപിൽ വച്ച് മുദ്രയിട്ട് അവിടെ വലിയ സൈന്യത്തെയൊക്കെ കാവൽ നിർത്തി എല്ലാം തീർന്നു എന്ന് വിചാരിച്ച്, ശല്യം അവസാനിച്ചു എന്ന് വിചാരിച്ച് ഉറങ്ങാൻ പോയവർ ഉറങ്ങി എഴുന്നേറ്റ് വരുന്നതിന് മുമ്പ് അവൻ ഉത്ഥാനം ചെയ്തു. പ്രിയപ്പെട്ടവരെ, ആ ഉത്ഥാന രാവിൽ ശോയെ ഒത്തിരി സ്നേഹിച്ച പാവപ്പെട്ട സ്ത്രീകൾ പ്രഭാതത്തിൽ അവന് വേണ്ടി വീണ്ടും അവർക്ക് നിർവഹിക്കാൻ പറ്റാത്ത പോയ ആ മൃതസംസ്കാര ശുശ്രൂഷകളിൽ അവർക്ക് പങ്കുചേരാൻ പറ്റാതെ പോയ സങ്കടം, അവരാ സുഗന്ധക്കൂട്ടുമൊക്കെ ആയിട്ട് കർത്താവിൻ്റെ കല്ലറയിലേക്ക് എത്തുമ്പം അവർക്ക് മുമ്പിൽ കാത്തു നിൽക്കുന്നത് തിളങ്ങുന്ന മാലാഖമാരാ, തിളങ്ങുന്ന വസ്ത്രങ്ങൾ ധരിച്ച മാലാഖമാർ. അവർ വലിയ ശോഭയോടുകൂടി ആ കല്ലറയ്ക്ക് അരികിൽ നിന്നുകൊണ്ട് അന്ന് ആ പാവപ്പെട്ട സ്ത്രീകളോട് ചോദിക്കുന്ന ചോദ്യം, ജീവിച്ചിരിക്കുന്നവനെ നിങ്ങൾ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് എന്തിന്? പ്രിയപ്പെട്ടവരെ, ക്രിസ്ത്യാനി ആത്മാവിൽ എന്നും കാത്തു സൂക്ഷിക്കേണ്ട കാര്യമാണ്. നമ്മുടെയൊക്കെ ജീവിതങ്ങൾക്ക് ഒരു വെട്ടം കിട്ടിയാൽ നമ്മൾ ഈ ഭൂമിയുടേതല്ല, നമ്മൾ മറ്റൊരു ലോകത്തിൻ്റെതാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ ഉത്ഥാനത്തിൻ്റെ ഒരു പ്രകാശത്തിൽ കണ്ടുമുട്ടി ചിന്തിച്ചാൽ ജീവിതം വല്ലാതെ മാറുമെന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ ദൈവം മരിച്ച് ഉത്ഥാനം ചെയ്ത് പിതാവിൻ്റെ വലതുവശത്ത് നമുക്ക് വേണ്ടി കാത്തിരിക്കുന്ന കർത്താവാണ്. പ്രിയപ്പെട്ടവരെ, അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ നമ്മൾ കണ്ടുമുട്ടുന്ന മനോഹരമായ ഒരു സത്യമുണ്ട്. പരിശുദ്ധ സഭയിലെ ആദ്യത്തെ രക്തസാക്ഷി വിശുദ്ധനായ എസ്തഫാനോസ് ആ രക്തസാക്ഷിത്വത്തിൻ്റെ നിമിഷങ്ങളിൽ അദ്ദേഹം പുലർത്തിയ വിശ്വാസത്തിൻ്റെ അതീവ ശക്തി പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതങ്ങളെ വല്ലാതെ ഉയരങ്ങളിലേക്ക് നോക്കാൻ സഹായിക്കുന്നതാണ്. അദ്ദേഹം കർത്താവിൻ്റെ വചനം അതീവ ശക്തിയോടെ മാലാഖയ്ക്കടുത്ത ഒരു പ്രകാശം മുഖത്ത് ശോഭിക്കുന്ന ഒരവസ്ഥയിൽ, എന്നുവെച്ചാൽ എല്ലാ വശങ്ങളിലും തന്നെ ഇപ്പോൾ കൊല്ലാൻ കാത്തു നിൽക്കുന്ന ഒരു ജനം അവരെ കണ്ടുകൊണ്ട് തന്നെയാണ് മാലാഖ ശോഭയോടുകൂടി ഭയമില്ലാതെ ഈശോ മിശിഹായുടെ ജീവനുള്ള സുവിശേഷം അതിൻ്റെ കലർപ്പില്ലാത്ത ശക്തിയിൽ അഭിഷേകത്തിൽ പങ്കുവെച്ചുകൊണ്ടിരിക്കെ ജനക്കൂട്ടം ആക്രോശിക്കാൻ തുടങ്ങി. ആ വലിയ ആക്രോശത്തിൽ നമ്മൾ സാധാരണക്കാരെല്ലാം ഭയന്ന് വചനം പറച്ചിൽ അവസാനിപ്പിക്കും. എന്നെ ഒന്നും ചെയ്യല്ലേ, ചെറുപ്പക്കാരനാണ്, കുറച്ചുകൂടി ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്, കൊതിയുണ്ടെന്ന് പറയാൻ സാധ്യതയുണ്ട്. പക്ഷേ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിനെ നിറഞ്ഞ എസ്തഫാനോസ് വചനം പറഞ്ഞുകൊണ്ടിരുന്ന അതേ ശക്തിയിൽ ആക്രോശിച്ചു വന്ന ഒരു ജനക്കൂട്ടത്തെ നോക്കാതെ സ്വർഗത്തിലേക്ക് കണ്ണു നോക്കി. ഇന്ന് നമുക്ക് ഈ ഉത്ഥാനത്തിൻ്റെ പ്രകാശം കിട്ടാത്തത് കൊണ്ട് നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ശക്തി
നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ സ്വപ്നം മനസ്സിലാകാത്തത് കൊണ്ട് പരിസരങ്ങളിൽ പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ ഉരുണ്ടുകൂടുമ്പം പ്രിയപ്പെട്ടവരെ നമുക്ക് സ്വർഗത്തിലേക്ക് നോക്കാൻ വ്യത്യസ്തമായൊരു ഉൾക്കാഴ്ചയോടെ ദർശനത്തോടെ കാര്യങ്ങളെ കാണാൻ പറ്റാത്തത് കൊണ്ട് നമ്മളും ആ കലഹത്തിൽ പങ്കുചേരുന്നു, നമ്മളും ആ നിരാശയിലേക്ക് പോകുന്നു. നമ്മളും ഇതൊക്കെ എന്ന് അവസാനിക്കും, ഈ ലോകം തീർന്നു എന്നാ തോന്നുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആശങ്ക നമ്മുടെ വകയായിട്ട് കൂടി 2 പോയിന്റ് ഇട്ടിട്ട് മൊത്തത്തിൽ എല്ലാം നെഗറ്റീവാക്കും. പക്ഷേ പ്രിയപ്പെട്ടവരെ, പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ കർത്താവിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു എന്നുള്ള വലിയ ബോധ്യമുള്ള വിശ്വാസികൾ, പ്രിയപ്പെട്ടവരെ, പ്രയാസത്തെ, പ്രതിസന്ധിയെ, മരണത്തെ പോലും കാണേണ്ട കാഴ്ച വ്യത്യസ്തമാണെന്ന് എസ്തഫാനോസ് ഓർമ്മിപ്പിക്കുകയാണ്. മരണവക്രത്തിൽ അകപ്പെട്ട, മരണത്തിൻ്റെ തൊട്ട് മുമ്പിൽ, മുനമ്പിൽ നിൽക്കുന്ന സമയത്ത് എസ്തഫാനോസ് പ്രിയപ്പെട്ടവരെ പരിശുദ്ധാത്മാവിനെ നിറഞ്ഞ് സ്വർഗത്തിലേക്ക് നോക്കി. അങ്ങനെ സ്വർഗത്തിലേക്ക് നോക്കിയാൽ വെളിപ്പെടുന്ന രഹസ്യമാണ് ഉദ്ധിതനെ കാണാൻ പറ്റും. ഉദ്ധിതൻ ഈശോ, പ്രിയപ്പെട്ടവരെ, നമുക്ക് മുൻപേ സഹോദരനായ ഈശോ, ബെനഡിക്റ്റ് പാപ്പ പറയുന്നത് പോലെ, അഗസ്തീനോസൊക്കെ പറയുന്നത് പോലെ, മനുഷ്യാവതാരത്തിലൂടെ യേശുക്രിസ്തു നമുക്ക് സഹോദരനായി, മൂത്ത ജ്യേഷ്ഠനായി. പ്രിയപ്പെട്ടവരെ, ആ മൂത്ത ജ്യേഷ്ഠനോടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ആ മൂത്ത ജ്യേഷ്ഠനാണ് നമ്മുടെ ദൈവം, നമ്മുടെ അപ്പൻ. അത്രമാത്രം ഉന്നതമായ അനുഗ്രഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന കർത്താവ്, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഏറ്റവും വലിയ പ്രയാസത്തിൽ എവിടെയാണെന്ന് ചോദിച്ചാൽ പരിശുദ്ധാത്മാവിനെ നിറഞ്ഞ് ഉന്നതത്തിലേക്ക് നോക്കിയാൽ മതി, കാണാൻ പറ്റും. എസ്തഫാനോസ് അങ്ങനെ ഒരു വെട്ടത്തിൽ നോക്കിയപ്പം കാണുകയാണ് ഈശോയെ. വെറുതെ അല്ല, എഴുന്നേറ്റ് നിൽക്കുന്ന, സ്വീകരിക്കാൻ കാത്തു നിൽക്കുന്ന ഈശോയെ കണ്ടതോടെ കല്ലുകൾക്ക്, ശകാര വർഷങ്ങൾക്ക് അയാളെ തൊടാൻ പറ്റുന്നില്ല. അയാൾ വിളിച്ചു കൂവുന്നത്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ? ഈശോയെ കാണാൻ പറ്റുന്നില്ലേ? പിതാവിൻ്റെ വലതുവശത്ത് എഴുന്നേറ്റ് നിൽക്കുന്ന എൻ്റെ കർത്താവിനെ കാണാൻ പറ്റുന്നില്ലേ? അവനെ സ്തുതിച്ചേ, അവനെ ആരാധിച്ചേ. ലോകത്തിന് ഇത് മൗഢ്യമാണ്, ലോകത്തിന് ഇത് വിഡ്ഢിത്താണ്. യേശുക്രിസ്തുവിൻ്റെ സ്നേഹം കണ്ടുകിട്ടാത്ത വ്യക്തികൾക്ക് സുവിശേഷം ഭോഷത്താണ്. കർത്താവിൻ്റെ നാമത്തെ വഹിച്ചുകൊണ്ടുള്ള സമർപ്പണ ജീവിതം ഭോഷത്താണ്. ഈ ലോകത്തിന് വെറുമയാകുന്ന, ലോകത്തിന് അർത്ഥം തോന്നാത്ത ജീവിതം, യാത്ര നടത്തുന്നവരെല്ലാം മണ്ടന്മാരും ഭ്രാന്തന്മാരും ഈ ലോകത്തിന് മുമ്പിൽ അവര് ഒന്നിനും കൊള്ളാത്തവരുമാണ്. പക്ഷെ ദൈവശക്തിയാൽ കർത്താവിൻ്റെ ഹൃദയം വായിച്ചറിഞ്ഞവർക്കറിയാം അതിൻ്റെ ശക്തി, അതിൻ്റെ ബലം, അതിൻ്റെ കൃപ, ആ മഹത്വം അറിഞ്ഞ മക്കള് ഈ സമയം തിരിച്ചറിയണം. ഈശോയെ ചെറുതായി കാണരുത്. സുവിശേഷ രഹസ്യങ്ങളെ, നിത്യജീവിത സത്യങ്ങളെ ചെറുതായി കാണരുത്. ആ വലിയ ബോധ്യം പ്രിയപ്പെട്ട എൻ്റെ സഹോദരങ്ങളെ നമുക്കുണ്ടാകട്ടെ. കർത്താവിൽ വിശ്വസിക്കുന്ന മക്കള് ഇന്ന് രാവിലെ ഒന്നിച്ചുകൂടി കർത്താവിൻ്റെ വചനം ശ്രദ്ധിക്കുമ്പം നമ്മൾ വിചാരിക്കണം, ഈ ഒരു യാത്രയ്ക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് ഈശോയ്ക്കാ, സുവിശേഷത്തിനാ, കുർബാനയ്ക്കാ, കുംഭസാരത്തിനാ, പ്രാർത്ഥനയ്ക്കാ. നമ്മുടെ ഒരു കുഞ്ഞു മകള് പഠിക്കാൻ വേണ്ടി വിദൂരത്തിലേക്ക് പോകുമ്പം നമ്മളെന്താ അന്വേഷിക്കുന്നത്? അവൾക്ക് അവിടെ പഠിച്ചാൽ ഇന്ന സ്ഥലത്തോട്ട് ഇന്ന സമയത്തിന് മുമ്പ് പോകാൻ പറ്റുമോ? ഇന്ന ജോലിക്ക് ഇന്ന എത്ര സാലറി കിട്ടുമോ? ഭക്ഷണം നല്ലതാണോ? ഹോസ്റ്റലുണ്ടോ? അത്രമാത്രം. കുർബാനയ്ക്ക് പോകാൻ സൗകര്യം ഉണ്ടാവുമോ എന്ന് ആരെങ്കിലും ചോദിക്കുമോ? ഒന്നിച്ച് പ്രാർത്ഥിക്കാനുള്ള സാധ്യതയുണ്ടോ? ഇന്ന് മോളെ നീ കൊന്ത ചൊല്ലിയോ? അന്വേഷിക്കുന്ന അമ്മമാർ ഉണ്ടെങ്കിൽ അവർക്ക് വന്ദനം, അന്വേഷിക്കുന്ന അപ്പന്മാരുണ്ടെങ്കിൽ അവർക്ക് സ്തുതി ഈശോയുടെ നാമത്തിൽ. പ്രിയപ്പെട്ടവരെ, ഈ പ്രയോറിറ്റി വല്ലാതെ താന്നു പോയതാണ് ക്രിസ്തീയ കുടുംബങ്ങളുടെ എല്ലാ പരാജയങ്ങളുടെയും പിന്നിലുള്ള കാരണമെന്ന് നമ്മൾ തിരിച്ചറിയണം. ഇതുപോലെ മെറ്റീരിയലിസ്റ്റിക്കായിട്ട് പോയ മറ്റൊരു സമൂഹം ഇല്ലെന്ന് കുറേ പേരെങ്കിലും പറയാറുണ്ട്. കാരണം നമുക്കൊരൊറ്റ ചിന്ത മാത്രമേ പലപ്പോഴും ഇന്നുള്ളൂ, എങ്ങനെയെങ്കിലും മുമ്പോട്ട് പോകാൻ കുറേ പൈസ ഉണ്ടാക്കണം എന്നല്ലാതെ വ്യക്തമായ വിശ്വാസ ബോധ്യത്തിൻ്റെ ആഴത്തിൽ മക്കൾ വളർത്തപ്പെടണമെന്ന്, മക്കളുടെ കുടുംബജീവിതം ക്രമപ്പെടണമെന്ന് ആഗ്രഹിക്കാത്തത് കൊണ്ട് പറ്റാത്ത ബന്ധങ്ങളിലൊക്കെ പോയി കുരുങ്ങിയിട്ട് അതിൻ്റെ സങ്കടങ്ങൾ പരിഹരിക്കാൻ വേണ്ടി പിന്നെ ജീവിതം മുഴുവൻ നഷ്ടപ്പെടുത്തി കളയുന്ന എത്രയോ ജീവിതങ്ങളുണ്ടെന്നുള്ള സത്യം നമ്മൾ തിരിച്ചറിയണം. അവിടെ പ്രിയപ്പെട്ട നമ്മുടെ പ്രയോറിറ്റി മാറിപ്പോയതാണ് നമ്മുടെ ജീവിതത്തിലെ അപകടമെന്ന് നമ്മൾ ഓരോരുത്തരും വായിച്ചറിയണം. അതൊരു പ്രവാചകത്വത്തിൻ്റെ
ആത്മാവോടെ നമ്മൾ മനസ്സിലാക്കണം, എൻ്റെ ദൈവമാണോ എൻ്റെ ഒന്നാമത്, എൻ്റെ ഈശോയാണോ എനിക്കൊന്നാമത്. യാത്ര തുടങ്ങുന്നതിന് മുമ്പ് എനിക്ക് എൻ്റെ കർത്താവ് നഷ്ടപ്പെടുവോ ഇല്ലയോ എന്നുള്ള ചിന്ത വളരെ ഗൗരവമായി നമുക്കുണ്ടെങ്കിൽ പല സ്റ്റെപ്പുകളും വെക്കുന്നതിന് മുമ്പ് നമ്മളൊന്ന് അറയ്ക്കും, നമ്മൾ ഒന്നുകൂടി ഒന്ന് നിൽക്കും. അത് നമ്മളെ സഹായിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ട ഈ രാവിൽ നമ്മൾ തിരിച്ചറിയണം, നമ്മുടെ യാത്രയ്ക്ക് അനുഗ്രഹം ഉണ്ടോ എന്ന്, ആശീർവാദം ഉണ്ടോ എന്ന് പരിശോധിക്കേണ്ട സമയമായി. വിശുദ്ധ ബൈബിളിൽ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മക്കളെ നമ്മൾ പരിശോധിക്കുമ്പം പ്രിയപ്പെട്ട നമ്മൾ കാണുന്നുണ്ട് അവർക്കൊപ്പം ആശീർവാദം പിന്തുടരുന്നത്. ജോസഫിൻ്റെ കൂടെ ഒരു ആശീർവാദം പിന്തുടരുന്നത് കൊണ്ട് ജോസഫ് കടന്നു ചെന്ന ആ ഈജിപ്തിലെ വിജാതീയ ഭവനം, പോത്തിഫറിൻ്റെ കുടുംബം വരെ അനുഗ്രഹിക്കപ്പെട്ടു. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവരെ ദൈവം ഓർത്തു എന്ന് വചനത്തിൽ ആവർത്തിച്ച് നമ്മൾ കാണുക. ദൈവം നോഹയെ ഓർത്തു, ദൈവം അബ്രാഹത്തെ ഓർത്തു, ദൈവം ജോസഫിനെ ഓർത്തു, യാക്കോബിനെ ഓർത്തു, മോശയെ ഓർത്തു. കർത്താവ് പത്രോസിനെ ഓർമ്മിച്ചു, പൗലോസിനെ ഓർമ്മിച്ചു. കർത്താവിൻ്റെ കരം അവർക്ക് നേരെ കടന്നു വന്നു. നമ്മളെയൊക്കെ ഓർമ്മിക്കാൻ തക്കവിധം ദൈവം നമുക്ക് വിലപ്പെട്ടതാണോ? നമ്മളെയൊക്കെ ഓർത്തു നമ്മുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ കാരണമാകും വിധം നമ്മൾ വിലപ്പെട്ടവരാണ്. പക്ഷെ നമുക്ക് ഈ ഓർമ്മയുണ്ടോ? അതുകൊണ്ട് പ്രിയപ്പെട്ട നമ്മളൊരു കുടുംബത്തിൽ ഒരാൾ കർത്താവിനെ നന്നായിട്ട് ഓർത്താൽ ആ കുടുംബം അനുഗ്രഹിക്കപ്പെടും. ദൈവത്തെ മറന്നിട്ടുള്ള നമ്മുടെ യാത്രകൾ അവസാനിപ്പിക്കാനുള്ള നേരമായി. കർത്താവിനെ വിട്ട് കളഞ്ഞിട്ടുള്ള യാത്രകൾക്ക് അനുഗ്രഹം ഇല്ല എന്ന്, ദീർഘായുസില്ല എന്ന്, നിത്യനന്മ ഇല്ല എന്ന്, ആ യാത്രകളൊക്കെ ഇടവഴികളിൽ അസ്വസ്ഥയായിട്ട്, അപകടമായിട്ട്, ദുരിതമായിട്ട് മാറുമോ നമ്മൾ സത്യം തിരിച്ചറിയണം. ഈ രാവിൽ പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ നിത്യസത്യങ്ങളെ, കർത്താവിലേക്ക് എത്തേണ്ട നിത്യസത്യങ്ങളെ നമുക്ക് ഗൗരവമായിട്ട് ധ്യാനിക്കുമ്പം ശരീരങ്ങളുടെ ഉയിർപ്പിനെക്കുറിച്ച് നമ്മൾ നന്നായി മനസ്സിലാക്കാൻ ആഗ്രഹിക്കുക. നമ്മുടെ ശരീരങ്ങൾ ഉയിർപ്പിക്കപ്പെടും. അതുമായി ബന്ധപ്പെട്ട് ഏതാനും ചില വാക്കുകൾ പരിശുദ്ധ കത്തോലിക്ക തിരുസഭയുടെ മതബോധന ഗ്രന്ഥം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് നമ്മളൊന്ന് ശ്രദ്ധിക്കുകയാണ്. കത്തോലിക്ക തിരുസഭയുടെ മതബോധന ഗ്രന്ഥം 989 ഖണ്ഡികയിൽ പറയുന്ന കാര്യം നമുക്ക് ശ്രദ്ധിക്കാം. ക്രിസ്തു മരിച്ചവരിൽ നിന്ന് യഥാർത്ഥത്തിൽ ഉയിർത്തെഴുന്നേൽക്കുകയും നിത്യമായി ജീവിക്കുകയും ചെയ്യുന്നത് പോലെ നീതിമാന്മാർ ഉത്ഥിതനായ ക്രിസ്തുവിനോട് കൂടെ മരണശേഷം എന്നേക്കും ജീവിക്കുമെന്നും അവിടുന്ന് അവരെ അവസാന ദിവസം ഉയിർപ്പിക്കുമെന്നും നാം ഉറച്ചു വിശ്വസിക്കുകയും തന്മൂലം അങ്ങനെ നാം പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. നമ്മുടെ ഉത്ഥാനം അവിടുത്തെ തന്നതുപോലെ പരിശുദ്ധ തൃത്വത്തിൻ്റെ പ്രവൃത്തിയായിരിക്കും. റോമാലേഖനം 8-ാം അധ്യായം 11-ാമത്തെ വചനം ഈ ഒരു കാര്യത്തെ വളരെ വ്യക്തമായി നമ്മളെ ഓർമ്മിപ്പിക്കുന്നതാണ്. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയിർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ടെങ്കിൽ ക്രിസ്തുവിനെ ഉയിർപ്പിച്ചവൻ നിങ്ങളുടെ മർത്യ ശരീരങ്ങൾക്കും നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനാൽ ജീവൻ പ്രദാനം ചെയ്യും. ഒരിക്കൽ കൂടി വചനം ശ്രദ്ധിക്കുക. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയിർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ടെങ്കിൽ ക്രിസ്തുവിനെ ഉയിർപ്പിച്ചവൻ നിങ്ങളുടെ മർത്യ ശരീരങ്ങൾക്കും നിങ്ങളിൽ വസിക്കുന്നതിൻ്റെ ആത്മാവിനാൽ ജീവൻ പ്രദാനം ചെയ്യും. പ്രിയപ്പെട്ട എൻ്റെ സഹോദരങ്ങളെ, കർത്താവിനെ കല്ലറയിൽ നിന്ന് എഴുന്നേൽപ്പിച്ച അപരിമേയമായ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ ശക്തി എന്നെയും നിങ്ങളെയും ഉയിർപ്പിക്കുമെന്ന വലിയ വിശ്വാസം നമുക്ക് നിത്യജീവിതത്തെക്കുറിച്ചുണ്ടാകട്ടെ. ഈ ശരീരം ഉയിർപ്പിക്കപ്പെടുമെന്ന് ആത്മാർത്ഥമായി വിശ്വസിച്ചുകൊണ്ട് ഏറ്റുപറയുമ്പം ഈ ശരീരം സത്യത്തിൽ കൂടുതൽ അനുഗ്രഹം പ്രാപിക്കും. നിങ്ങൾക്കറിഞ്ഞുകൂടെ നിങ്ങൾ ദൈവദത്തമായ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണെന്ന് പൗലോസ് അപ്പോസ്തലൻ ഇത് ചോദിക്കുമ്പം പ്രിയപ്പെട്ടവർ നമുക്ക് ബോധ്യമുണ്ടോ? ഈ ശരീരം അത് പവിത്രമാണെന്ന്, ഇത് പരിശുദ്ധമായി കാത്തു സൂക്ഷിക്കപ്പെടേണ്ടതാണെന്ന്, ഇത് മലിനപ്പെടാൻ പാടില്ലെന്ന്. ഇത് ലോകത്തിലെ മദ്യത്തിനും മയക്കുമരുന്നിനും അശുദ്ധമായ വ്യാപാരങ്ങൾക്കും ജഡിക പ്രവണതകൾക്കും ലൈംഗിക വൈകൃതങ്ങൾക്കും ഉപയോഗിക്കപ്പെടാനുള്ള ഒരു വസ്തു അല്ല എന്ന്, ഇത് കർത്താവിൻ്റെ ആത്മാവിൻ്റെ ആലയമായി പരിശുദ്ധ ദേവാലയം പോലെ കാത്തു സൂക്ഷിക്കപ്പെടേണ്ട ദൈവാലയമായി കാത്തു സൂക്ഷിക്കപ്പെടേണ്ട വിലയുള്ള ഒന്നാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിക്കുമ്പം എനിക്കെൻ്റെ സഹോദരി വിലയുള്ളവളാണ്, എനിക്കെൻ്റെ സഹോദരൻ വിലയുള്ളതാണ്, അവള് ആദരിക്കപ്പെടേണ്ടതാണ്, സ്നേഹിക്കപ്പെടേണ്ടതാണ്. ഉപകരണം അല്ല, വസ്തുവല്ല, കാഴ്ചയല്ല,
അത് വില കൂടിയ എൻ്റെ തമ്പുരാൻ്റെ ഛായയുള്ള സാദൃശ്യമുള്ള ഉയിർപ്പിക്കപ്പെടേണ്ട, പരിശുദ്ധിയിൽ പങ്കുചേരേണ്ട, നിത്യതയിൽ ഒരുമിച്ച് കൂടേണ്ട വിശുദ്ധ കൂടാരമാണ്. അത് പരിശുദ്ധാത്മാവിൻ്റെതാണ്. ഈ തിരിച്ചറിവിൻ്റെ കൃപ കിട്ടിയാൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ എല്ലാ ദർശനങ്ങളും മാറും, ചിന്തകൾ മാറും, ഓർമ്മകൾ മാറും, നോട്ടത്തിൻ്റെ രീതികൾ മാറും, എല്ലാ കാര്യങ്ങളും മാറും. കൃപ കിട്ടാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിനാൽ നമുക്ക് എല്ലാത്തിനുള്ള ശക്തി കിട്ടും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഉയർപ്പിക്കപ്പെടും എന്നുള്ള വലിയ ബോധ്യം തന്നെ. ഞാനും നിങ്ങളും കർത്താവിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും പുരുഷനും സ്ത്രീയുമായി കർത്താവ് സൃഷ്ടിച്ച നമ്മുടെ ജീവിതങ്ങൾ ഒരുപോലെ വിലയുള്ളതാണെന്നും കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഒരുപോലെ ആദരിക്കപ്പെടേണ്ടതാണെന്നും തമ്പുരാൻ്റെ വിശുദ്ധ കൂടാരത്തിൽ നമ്മൾ മാലാഖമാരെ പോലെ, പുരുഷനെന്നോ സ്ത്രീ എന്നോ വ്യത്യാസമില്ലാതെ മാലാഖമാരെ പോലെ എന്നേക്കും ആ വിശുദ്ധ കൂടാരത്തിൽ പുണ്യവാന്മാരുടെ കൂടെ, പുണ്യവതികളുടെ കൂടെ, കർത്താവിൻ്റെ പ്രിയപ്പെട്ട ദൂതഗണങ്ങളുടെ കൂടെ എന്നേക്കും ആരാധിക്കുന്ന കൂട്ടായ്മയായി ഉയിർപ്പിക്കപ്പെടും എന്നുള്ള വലിയ ബോധ്യമുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ ശൈലികളും നമ്മുടെ വീക്ഷണങ്ങളും എല്ലാം മാറും. ആ ഒരു അഭിഷേകം കിട്ടാൻ വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. വീണ്ടും പ്രിയപ്പെട്ടവരെ, മതബോധന ഗ്രന്ഥം നമ്മളെ പഠിപ്പിക്കുകയാണ്. മരിച്ചവരുടെ ഉത്ഥാനത്തിലുള്ള വിശ്വാസം ആരംഭം മുതലേ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ സത്താപരമായ ഒരു ഘടകമായിരുന്നു. ക്രിസ്ത്യാനികളുടെ ആത്മവിശ്വാസം മരിച്ചവരുടെ ഉയിർപ്പാണ്. ഇത് വിശ്വസിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുന്നു. ക്രിസ്ത്യാനികളുടെ ആത്മവിശ്വാസം മരിച്ചവരുടെ ഉയിർപ്പാണെന്ന്. പ്രിയപ്പെട്ടവർ, ഈ ഭൂമിയിൽ നമുക്ക് എന്തുമാത്രം വിഷമങ്ങളുണ്ടാവുന്നത്, രോഗങ്ങൾ ഉണ്ടാകുന്നു, നിലച്ചിരിക്കാത്ത നേരത്ത് കടബാധ്യതകൾ ഉണ്ടാകുന്നു, പ്രയാസങ്ങളുണ്ടാകുന്നു, പരീക്ഷകളിൽ പരാജയങ്ങൾ ഉണ്ടാകുന്നു, ഏറ്റവും പ്രിയപ്പെട്ടവരിൽ നമുക്ക് വല്ലാതെ വേദനകളും ദുഃഖങ്ങളും ഉണ്ടാകുന്നു. എന്തെല്ലാം പ്രയാസങ്ങൾ ഈ ഭൂമിയിൽ തോറ്റു എന്ന് പ്രിയപ്പെട്ടവരെ പിശാച് പലവട്ടം പറയും വിധം ഒത്തിരി സംഘർഷങ്ങളും സങ്കടങ്ങളും നമുക്കുണ്ടാകുമ്പം നിന്നെക്കൊണ്ട് എന്തിനു കൊള്ളാമെന്ന് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ പോലും ചോദിക്കുമ്പം നീ ഒരു പരാജയമാണെന്ന് ലോകം എഴുതി തള്ളുമ്പം കർത്താവ് പറയാണ്, നീ എനിക്ക് വിലപ്പെട്ടതാണ്, നീ ഉയർപ്പിക്കപ്പെടാനുള്ളതാണ്, നീ മൂല്യമുള്ളതാണ്, നീ സ്വർഗത്തിൻ്റെതാണ്. അത്രമാത്രം നമ്മളെ സ്നേഹിക്കാൻ പ്രിയപ്പെട്ട ഈ മണ്ണിലേക്ക് ഇറങ്ങി വന്ന് നമ്മളെ ചെളിയിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് സുഖപ്പെടുത്തി വിശുദ്ധീകരിച്ച് വീണ്ടെടുത്ത് സ്വർഗത്തിൻ്റെ വിശുദ്ധ കൂടാരത്തിലേക്ക് നമ്മളെ കൈപിടിച്ചുയർത്താൻ കടന്നു വന്ന കർത്താവിനെ ആദരവോടെ ആരാധിക്കുവാൻ നമ്മൾ മനസ്സ് കാണിക്കണം. അപ്പോഴാണ് ഉത്ഥാനത്തിൻ്റെ ആ വലിയ ശക്തി, അപരിമേയമായ ദൈവശക്തി നമ്മളിൽ പ്രകടമാകുന്നത്. ഈ ലോകത്തിൽ നമ്മൾ ആശ്രയിച്ചവരാരും നമ്മളെ ഈ കരുത്തോടെ സഹായിക്കത്തുള്ളൂ തിരിച്ചറിവ് നമുക്കുണ്ടാകണം. നമ്മൾ ചാരി നിന്ന മരങ്ങൾക്ക്, ഈ ഭൂമിയിൽ നമ്മൾ ചാരി നിന്ന ഒന്നിനും നമ്മളെ സഹായിക്കാനുള്ള കഴിവില്ല. അവർക്കാർക്കും ചില ഇടങ്ങൾക്ക് ശേഷം നമുക്കൊപ്പം യാത്ര ചെയ്യാൻ പറ്റുകയില്ല. ഈ സത്യം തിരിച്ചറിഞ്ഞ് നമ്മളെ ഉയർപ്പിക്കുന്ന കർത്താവിൽ വിശ്വസിക്കാൻ, അത് ഏറ്റുപറയാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് കൃപ കിട്ടട്ടെ. അച്ഛനൊരു ഉദാഹരണം പറയാം. നിങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞിന് വളരെ ഗൗരവമുള്ള ഒരു പരീക്ഷ ഉണ്ടെന്ന് വിചാരിക്കുക. ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അച്ഛൻ പറയാണ്, വളരെ ഗൗരവമുള്ള പരീക്ഷ. പക്ഷെ ആരോ വന്ന് പറയാണ്, ഇപ്രാവശ്യത്തെ പരീക്ഷ കൊറോണയൊക്കെ ആയതുകൊണ്ട് വല്ലാതെ ഗവൺമെൻറ് നിശ്ചയിച്ച് അങ്ങ് ചെറുതാക്കി, ഇതൊന്നുമില്ല, ആ ചോദ്യമില്ല, ഈ 3 അധ്യായങ്ങളേ ഉള്ളൂ, അത് മാത്രം പഠിച്ചാൽ മതി എന്ന്. പക്ഷെ തെറ്റായ അറിവാണ് അയാൾ നൽകിയത്. അങ്ങനെ ഒരു തീരുമാനം ആരും എടുത്തിട്ടില്ല എന്ന് വിചാരിക്കുക. അയാൾ പങ്കുവെച്ചത് തെറ്റായ അറിവ്. കുഞ്ഞിന് വലിയ ആശ്വാസമായി. കുഞ്ഞ് 3 അധ്യായം കൊണ്ടിരിക്കുകയാണ്. അധിക അധ്യായങ്ങൾ പൂർത്തീകരിക്കേണ്ട കുഞ്ഞ്, ഒത്തിരി ശ്രദ്ധയോടെ സൂക്ഷ്മതയോടെ ഇനി ഏറെ അധ്യായങ്ങൾ പഠിക്കേണ്ട കുട്ടി 3 അധ്യായങ്ങൾ പഠിച്ചിട്ട് വളരെ രസത്തോടെ ലോകത്തിൻ്റെ മറ്റ് കാര്യങ്ങളിൽ നവമാധ്യമങ്ങളിലൊക്കെ കുരുങ്ങി നീണ്ട സമയം ഫേസ്ബുക്കിലും വാട്സപ്പിലും ഒക്കെ നിറങ്ങി പരീക്ഷയ്ക്ക് ചെന്നാലുള്ള അവസ്ഥ എന്തായിരിക്കും? കുഞ്ഞിൻ്റെ സന്തോഷം മുഴുവൻ കെട്ടുപോകും. കുഞ്ഞ് ഭയപ്പെടും. കുഞ്ഞ് ദുരിതമുഖത്ത് മരണവക്രത്തിൽ അകപ്പെട്ട ഒരാളുടെ അവസ്ഥയിലെത്തും. കുഞ്ഞ് പരാജയപ്പെടും. പ്രിയപ്പെട്ടവരെ, സുവിശേഷം നമുക്കുള്ള ടെക്സ്റ്റ് ബുക്കാണ്. ജീവിക്കേണ്ടത് എന്താണെന്ന്, എങ്ങനെയാണ് സുവിശേഷം മനസ്സിലാക്കേണ്ടതെന്ന്,
എങ്ങനെയാണ് സുവിശേഷം നമ്മുടെ ജീവിതത്തിൻ്റെ വഴികളെ നിർണ്ണയിക്കേണ്ടെന്ന് ഈശോ തമ്പുരാൻ നമ്മളോട് വ്യക്തമായി പഠിപ്പിച്ച് കഴിഞ്ഞു. ഇനി മറ്റൊരു വെളിപാടില്ല. കത്തോലിക്ക തിരുസഭയുടെ മതബോധനം പഠിപ്പിക്കുകയാണ്, ഇനി മറ്റൊരു വെളിപാടില്ല. ഇനി ആരെങ്കിലും ഒരു പ്രത്യേക ഉപദേശം തരുമെന്ന് വിചാരിക്കേണ്ട. എല്ലാ ഉപദേശവും ഇതിൻ്റെ അകത്തുണ്ട്. എല്ലാം ജീവിക്കാനുള്ള ശക്തി എവിടുന്ന് കിട്ടുമെന്നുള്ള അറിയിപ്പ് ഇതിൻ്റെ അകത്തുണ്ട്. പരിശുദ്ധ സഭയിൽ കർത്താവ് സ്ഥാപിച്ച പരിശുദ്ധ കൂദാശ അതിൻ്റെ ആരംഭം മുതൽ നിലനിൽക്കുന്നു. നമ്മൾ ചൊല്ലിയ അതേ കൊന്തയാണ് അൽഫോൻസാമ ചൊല്ലിയത്. നമ്മൾ കൂടുന്ന അതേ പരിശുദ്ധ കുർബാനയിലാണ് അൽഫോൻസാമയും പങ്കുചേർന്നത്. നമ്മൾ പങ്കുചേർന്ന അതേ യാമപ്രാർത്ഥനകളാണ് പുണ്യവതികളും പുണ്യവാന്മാരും പങ്കുചേർന്നത്. അതെല്ലാം അവിടെ തന്നെ നിലനിൽക്കുന്നു പ്രിയപ്പെട്ടവരെ. പക്ഷെ ഞാനും നിങ്ങളും അതെത്രത്തോളം തീഷ്ണതയോടെ സ്വീകരിക്കുന്നു? പരീക്ഷയ്ക്ക് ഉള്ള ചോദ്യം ലഘുവാക്കി ആരെങ്കിലും തന്നതുകൊണ്ട് പരീക്ഷ എളുപ്പമാവത്തില്ല. അതിന് മുഴുവൻ സിലബസിലൂടെ കടന്നു പോയേ പറ്റൂ. ലഘുവാക്കിയത് കൊണ്ട് പ്രയോജനം കിട്ടണമെങ്കിൽ അത് സത്യമാകണം. സുവിശേഷമാണ് സത്യം. ഏക സത്യമായ അവിടുത്തെ യേശുക്രിസ്തുവിനെ അറിയുക എന്നതാണ് നിത്യജീവൻ. ആ നിത്യജീവൻ പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്ന മക്കള് ഈശോ പറഞ്ഞ ഓരോ വാക്ക് ശ്രദ്ധിക്കണം. ഈശോ പറഞ്ഞ ജീവിത ശൈലികൾ സ്വീകരിക്കണം. അതിന് വിപരീതമായിട്ട് പോയിട്ട് ജീവിതം എളുപ്പമാക്കുന്നവരെല്ലാം നമ്മളെ വഞ്ചിക്കുകയാണ്. വഞ്ചനാത്മകമായ സ്നേഹം തരുന്നവരെല്ലാം പുതിയ കാര്യങ്ങൾ നമ്മളെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും. ഇതൊക്കെ ഈ കാലത്ത് പാലിക്കാൻ എളുപ്പമാണോ? ആദ്യ മനഃശാസ്ത്രം പറയുന്നത് ഇതൊക്കെ ഇങ്ങനെയൊക്കെ ജീവിക്കാൻ തെറ്റാണെന്നാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഇങ്ങനെയൊന്നും ജീവിക്കേണ്ട ആവശ്യമില്ല. ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആദ്യത്തെ പൂർവ്വപിതാവായ ആദത്തെ ഹവ്വായെ വഞ്ചിച്ചതുപോലെ തന്നെ പ്രിയപ്പെട്ട ഈ കാലഘട്ടത്തിൽ നമ്മളെയും പിശാച് പല വിധത്തിൽ വഞ്ചിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ ഏകസത്യദൈവമായ യേശുക്രിസ്തുവിനെയും അവനിലൂടെ നൽകപ്പെട്ട സത്യസുവിശേഷത്തെയും പരിശുദ്ധ സഭയിലൂടെ വിളമ്പിത്തന്ന കർത്താവിൻ്റെ കൃപകളെയും വിലപിടിപ്പുള്ള എല്ലാ സമ്പാദ്യങ്ങളെയും ഏറ്റവും മൂല്യത്തോടെ സ്വീകരിച്ചുകൊണ്ട് നമ്മളെ വിലയുള്ളവരാക്കി മാറ്റുന്ന പരിശുദ്ധ കുർബാനയുടെ ശക്തിയാൽ, പരിശുദ്ധ കൂദാശകളുടെ വലിയ കൃപകളാൽ, അവിടുത്തെ വചനത്തിൻ്റെ വലിയ അനുഗ്രഹങ്ങളാൽ നമ്മുടെ ജീവിതങ്ങൾ ക്രമീകരിച്ച് മുൻപോട്ട് പോകുന്നതാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, ശിക്ഷാവിധി നമ്മളെ തേടി വരികയില്ല. അതല്ല എങ്കിൽ പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ വചനം എല്ലാം പറഞ്ഞു കഴിഞ്ഞു. എല്ലാ അനുഗ്രഹങ്ങളും കരുണയും വിളമ്പപ്പെടുന്ന ഈ ഭൂമിയിലാണ്. എൻ്റെ ഈ ഭൂമിയിലെ യാത്രയിൽ ഞാൻ മാനസാന്തരപ്പെട്ടേ പറ്റൂ. ഇവിടെ മാനസാന്തരം നടന്നില്ല എങ്കിൽ എന്നെ മാനസാന്തരപ്പെടുത്താൻ മറ്റൊരു സുവിശേഷം ഉണ്ടാകുമെന്ന് കരുതരുത് പ്രിയപ്പെട്ടവരെ. ഇത് വ്യർത്ഥമാണെന്ന് ലോകം പറയുമ്പം ഇതിനുവേണ്ടി ജീവിതം സമർപ്പിച്ച് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ വിശുദ്ധാത്മാക്കൾ ആവർത്തിച്ച് പറയണം, മകനെ മകളെ സുവിശേഷം ശ്രദ്ധിക്ക്. അതിനുവേണ്ടി ജീവിതം സമർപ്പിച്ച ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മക്കൾ പറയാണ്, മക്കളെ കർത്താവിനെ വിളിക്ക്. അവിടെ പ്രിയപ്പെട്ട എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ഈ രാവിൽ ഉത്ഥാനത്തിൻ്റെ ദൈവിക രഹസ്യങ്ങൾ നമ്മുടെ ആത്മാവിൽ പതിയണമെങ്കിൽ നമ്മൾ ഒന്നാമത് വിശ്വസിക്കണം. വിശ്വാസത്തിൻ്റെ ശക്തി ആത്മാവിൽ തുറക്കപ്പെടാൻ ആത്മാർത്ഥമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കൊറിന്തോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, മരിച്ചവർക്ക് പുനരുത്ഥാനം ഇല്ലെന്ന് നിങ്ങളിൽ ചിലർക്ക് എങ്ങനെ പറയാൻ കഴിയും? എന്നാൽ മരിച്ചവർക്ക് പുനരുത്ഥാനം ഇല്ലെങ്കിൽ ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടിട്ടില്ല. ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥമാണ്, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം. അവിടെ പ്രിയപ്പെട്ട എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ തിരിച്ചറിയണം, നമ്മുടെ വിശ്വാസത്തിൻ്റെ ഏറ്റവും വലിയ അടിസ്ഥാനം മരിച്ചവരുടെ ഉയർപ്പാണ്. ക്രിസ്തുവിൻ്റെ ഉയർപ്പ് നമുക്കുള്ള ഒരു ഉറപ്പാണ്, ഞാൻ ഉയർപ്പിക്കപ്പെടും. ഈ ഒരു വിശ്വാസത്തിൻ്റെ ഉറപ്പിലാണ് ഉദ്ധിത കൂട്ടായ്മയായി നമ്മൾ യാത്ര ചെയ്യുന്നത്. സത്യത്തിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ തിരിച്ചറിയാം, നമ്മൾ ഈശോയിൽ വിശ്വസിക്കുന്ന ഒരു സമൂഹം മനസ്സിലാക്കേണ്ട സത്യം, നമ്മൾ ഈശോയിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? ഈശോയുടെ ഉത്ഥാനത്തിൽ പങ്കുചേരുക. ഈശോയുടെ ഉത്ഥാനത്തിൽ പങ്കുചേരുക. ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കുക എന്ന് പറയുമ്പം ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കാൻ ഈശോ പറഞ്ഞത് എപ്പോഴാണ്? നിങ്ങൾ എനിക്ക് സാക്ഷ്യം വഹിക്കണം. ഈശോ ഉത്ഥാനത്തിന് ശേഷം വന്നിട്ട് പറയാണ്, ജെറുസലേമിൽ, യൂദയായിൽ, സമരിയായിൽ, ലോകം മുഴുവൻ നിങ്ങൾ എനിക്ക് സാക്ഷ്യം വഹിക്കണം. ആർക്ക് സാക്ഷ്യം വഹിക്കണം? ഉത്ഥാനം ചെയ്ത എനിക്ക്, മരണത്തിൽ നിന്ന് മാനവരാശിയെ രക്ഷിച്ച് സ്വർഗത്തിലേക്ക് കരം പിടിച്ച് കൂട്ടിക്കൊണ്ടുപോകാൻ കഴിവുള്ള കർത്താവിനെക്കുറിച്ച് നീ പറയണം. ലോകാതിർത്തിയോളം ആ ഒരു തമ്പുരാനെ ഏക രക്ഷകനെ നീ ഏറ്റുപറയാൻ നിനക്ക് കടമയുണ്ട്. കാരണം അവനിലൂടെ അല്ലാതെ രക്ഷയില്ല.
അവനിലൂടെ അല്ലാതെ നിത്യജീവനില്ല, അവനിലൂടെ അല്ലാതെ സ്വർഗമില്ല, അവനിലൂടെ അല്ലാതെ സൗഖ്യമില്ല, സമാധാനമില്ല. യേശുക്രിസ്തുവിൽ എത്താത്ത യാത്രകൾക്ക് നിലനിൽപ്പില്ല എന്ന് ആവർത്തിച്ച് നിനക്ക് കിട്ടുന്ന എല്ലാ അവസ്ഥകളിലും സാഹചര്യങ്ങളിലും പറയണമെന്ന് കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുമ്പം ആ കാര്യത്തെ മാത്രം പറയാതെ ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്താൽ പ്രിയപ്പെട്ടവരെ നമുക്ക് അനുഗ്രഹം കിട്ടുകയില്ല എന്ന സത്യം നമ്മൾ തിരിച്ചറിയണം. ഈ വലിയ ബോധ്യം ആത്മാവിൽ സ്വീകരിക്കാൻ നമുക്ക് ആഗ്രഹിക്കാം. ഈശോയുടെ കാലത്തും ഉത്ഥാനത്തെ തള്ളിപ്പറഞ്ഞ മനുഷ്യരുണ്ട്. ഈശോ സുവിശേഷം പറഞ്ഞ് ഈ ഭൂമിയിലൂടെ യാത്ര ചെയ്ത സമയത്ത് ഫരീസയർ ഉത്ഥാനത്തെ അംഗീകരിക്കുമ്പം സദൂക്കായർ ഉത്ഥാനത്തെ നിഷേധിച്ചുകൊണ്ട് ഇല്ലാക്കഥ പറഞ്ഞ് ഉത്ഥാനത്തെ കളിയാക്കി എന്തോ ഈശോയോട് സംസാരിക്കുമ്പം ഈശോ പറയുന്ന കാര്യം നമുക്കറിയാം. ഒരു സ്ഥലത്ത് ഒരു സ്ത്രീ, അവൾക്ക് 7 ഭർത്താക്കന്മാർ. ആ കഥ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇല്ലാ കഥയായിരിക്കാം, പക്ഷെ ഈശോ ആ കഥയ്ക്ക് കൃത്യമായ ഉത്തരം കൊടുക്കുന്നുണ്ട്. അതിങ്ങനെ പറഞ്ഞുകൊണ്ടാണ്, വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിൻ്റെ ശക്തിയോ അറിയാത്തത് കൊണ്ടല്ലേ നിങ്ങൾക്ക് തെറ്റുപറ്റുന്നത്. ദൈവം മരിച്ചവരുടെ ദൈവമല്ല, പിന്നെയോ ജീവിക്കുന്നവരുടെ ദൈവമാണ്. അവരവിടെ വിവാഹം കഴിക്കുകയോ കഴിപ്പിക്കുകയോ ഒന്നുമില്ല. അവിടെ അവർ എല്ലാവരും മാലാഖമാരെ പോലെ ആയിരിക്കും. സ്ത്രീയോ പുരുഷനോ എന്നുള്ള വ്യത്യാസമില്ല. അവരവിടെ മാലാഖമാരെ പോലെ ആയിരിക്കും. എല്ലാവരും കർത്താവിൻ്റെ മഹത്വത്തിൽ പങ്കുചേരും. ഈ ശരീരങ്ങൾ രൂപാന്തരപ്പെടും, ഇത് നവീകരിക്കപ്പെടും, ഇത് പുനരുദ്ധരിക്കപ്പെടും, ഇത് വിസ്മയകരമായ അനുഗ്രഹത്തിലേക്ക്, അഭിഷേകത്തിലേക്ക് ഉയർത്തപ്പെടും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ശരീരങ്ങളുടെ ഉയർപ്പിൽ വിശ്വസിക്കുന്ന നമ്മൾ ഏറ്റു പറയണം, ഈ ഭൂമിയിലെ യാത്ര നിർണായകമാണെന്ന്. വിശുദ്ധാത്മാക്കളെ സഭയിൽ നമ്മൾ വണങ്ങുമ്പോൾ നമ്മൾ അറിയേണ്ട ഒരു സത്യമുണ്ട്. അവരെപ്പോഴാണ് വിശുദ്ധരായത്? അവരെ വിശുദ്ധരായിട്ട് പ്രഖ്യാപിച്ചപ്പോൾ അല്ല. അവർ വിശുദ്ധരായത് ഈ ഭൂമിയിൽ അവർ ജീവിച്ചപ്പോഴാണ്. അവരുടെ ഓരോ തെരഞ്ഞെടുപ്പുകൾ, അവർ യേശുക്രിസ്തുവിനെ കൈവിട്ട് കളയാതെ അവരുടെ ജീവിതത്തിൻ്റെ എല്ലാ വഴികളിലും ഈശോയെ അവർ അംഗീകരിച്ചപ്പം, ഈശോയെ അവർ ഏറ്റു പറഞ്ഞപ്പം, സഹനത്തിലും പീഡയിലും പ്രയാസത്തിലും അപമാനത്തിലും നിന്ദയിലും ഒക്കെ യേശുക്രിസ്തുവിൽ അവർ യാത്ര ചെയ്തപ്പം പ്രിയപ്പെട്ടവർ, അവർക്ക് സ്വർഗം കൊടുത്ത സ്നേഹമാണ് നിത്യതയുടെ വിശുദ്ധ കൂടാരം. അവർക്ക് ഈ ഭൂമിയിൽ അവർ ഈശോയെ ഉത്ഥിതനെ സാക്ഷ്യം വഹിച്ചതിൻ്റെ ദൈവത്തിൻ്റെ സ്നേഹമാണ് വലിയ കൂട്ടായ്മയിലേക്ക്, പുണ്യവാന്മാരുടെ പുണ്യവതികളുടെ അനുഗ്രഹത്തിലേക്ക്, എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റാത്ത വിശ്വസ്തരുടെ കൂട്ടായ്മയിലേക്കുള്ള അവരുടെ രൂപമാറ്റം. അതുകൊണ്ടാണ് മരണം ക്രിസ്ത്യാനിക്ക് ഭയകാരണമായ കാര്യം അല്ലാതാകുന്നത്. കാരണം നമ്മൾ ഉയർപ്പിക്കപ്പെടും. ഈ ശരീരം കർത്താവിൽ വീണ്ടും പുനഃസൃഷ്ടിക്കപ്പെടും, നവീകരിക്കപ്പെടും, രൂപാന്തരപ്പെടും. പ്രിയപ്പെട്ട ഈ തിരിച്ചറിവിൻ്റെ കൃപയാൽ കർത്താവിന് വലിയ സ്നേഹം നമുക്ക് സ്വീകരിക്കാൻ ആഗ്രഹിക്കാം. എന്താണ് ഉയർത്തെഴുന്നേൽക്കുക എന്ന് പറഞ്ഞാൽ, കത്തോലിക്ക തിരുസഭയുടെ മതബോധനം നമ്മളെ പഠിപ്പിക്കുകയാണ്, മരണത്തിൽ ശരീരത്തിൽ നിന്നുള്ള ആത്മാവിൻ്റെ വേർപാടിൽ മനുഷ്യ ശരീരം ജീർണിക്കുന്നു. മരണത്തിൽ എന്താ സംഭവിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. എൻ്റെ നിങ്ങളുടെ ശരീരം മരിച്ചു കഴിഞ്ഞാൽ 2, 3, 4 ദിവസത്തിനുള്ളിൽ ശരീരത്തിൽ നിന്ന് വേർപെടും. അത് ജീർണതയ്ക്ക് അത് കടന്നു പോകണം, ജീർണതയിലൂടെ അത് കടന്നു പോകും. പക്ഷേ അത് എന്നേക്കുമായിട്ട് അങ്ങനെയല്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. ഈ ജീർണിച്ച ശരീരം, മരണത്തിലൂടെ ജീർണിച്ച ശരീരം, പ്രിയപ്പെട്ട ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടിയിരിക്കും. അഴിയുന്നെങ്കിൽ അത് വളരെ ഫലം പുറപ്പെടുവിക്കുമെന്ന് കർത്താവ് വചനത്തിലൂടെ ഓർമ്മിപ്പിക്കുന്നത് പോലെ, ഈ ജീർണിച്ച ശരീരം യേശുക്രിസ്തുവുമായി ബന്ധമുള്ളതാണെങ്കിൽ, കർത്താവിൻ്റെ കുർബാനയാൽ പരിപോഷണം സ്വീകരിക്കപ്പെട്ടതാണെങ്കിൽ, പോഷണം സ്വീകരിക്കപ്പെട്ടതാണെങ്കിൽ, ദൈവവചനത്തിൻ്റെ ശക്തിയാൽ നിരന്തരം യാത്ര ചെയ്യപ്പെട്ടതാണെങ്കിൽ, വിശുദ്ധിയുടെ കൂട്ടായ്മയിൽ കർത്താവിനെ സാക്ഷ്യപ്പെടുത്തിയതാണെങ്കിൽ, ഉത്ഥാനം ചെയ്ത കർത്താവുമായി ബന്ധമുള്ളതാണെങ്കിൽ, ഈ ശരീരത്തെക്കുറിച്ചുള്ള വെളിപ്പെടുത്തൽ പരിശുദ്ധ കത്തോലിക്ക തിരുസഭ പഠിപ്പിക്കുകയാണ്. ആത്മാവ് ദൈവത്തെ കണ്ടുമുട്ടാനായി യാത്രയാവുന്നു. അതേസമയം മൗക്തികൃത ശരീരവുമായുള്ള പുനരൈക്യത്തിനായി ശരീരം കാത്തു നിൽക്കും. മൗക്തികൃത ശരീരമാകുവാൻ, രൂപാന്തരപ്പെട്ട ശരീരമാകുവാൻ ഈ ശരീരം ഈ ഭൂമിയിൽ കാത്തു കിടക്കും. ദൈവം തൻ്റെ സർവാതീത ശക്തി കൊണ്ട്, യേശുവിൻ്റെ ഉത്ഥാനത്തിൻ്റെ ശക്തിയിലൂടെ നമ്മുടെ ശരീരങ്ങളെ നമ്മുടെ ആത്മാക്കളോട് വീണ്ടും ചേർത്തുകൊണ്ട് നമ്മുടെ ശരീരങ്ങൾക്ക് അനശ്വരമായ ജീവിതം ആത്യന്തികമായി പ്രദാനം ചെയ്യും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ശരീരങ്ങൾ കർത്താവിൻ്റെ അപരിമേയമായ ശക്തിയാൽ, ഈ ശരീരങ്ങൾ നമ്മുടെ ആത്മാക്കളോട് സ്വർഗത്തിൽ
പിതാവിൻ്റെ സന്നിധിയിലേക്ക് യാത്ര പോയ ആത്മാക്കളോട്, നമ്മുടെ ആത്മാവിനോട് വീണ്ടും ചേർക്കപ്പെടുമെന്നും അനശ്വരമായ ജീവിതത്തിലേക്ക് അത് പ്രവേശിക്കുമെന്നും കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുമ്പം, പരിശുദ്ധ സഭ നമ്മളെ പഠിപ്പിക്കുമ്പം ആ വലിയ ബോധ്യങ്ങളാൽ ആഴപ്പെടുവാൻ നമുക്ക് ആഗ്രഹിക്കാം. പ്രിയപ്പെട്ടവരെ, ഇനി വീണ്ടും കർത്താവിൻ്റെ സഭയുടെ മതബോധനങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു. ആരാണ് ഉയർത്തെഴുന്നേൽക്കുന്നത്? മരിച്ചവരെല്ലാവരും ഉയർത്തെഴുന്നേൽക്കും. നമുക്ക് ഈ സത്യങ്ങൾ നന്നായി മനസ്സിലാക്കാൻ പറ്റിയാൽ വലിയ തിരിച്ചറിവോടെ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും. ആരാണ് ഉയർത്തെഴുന്നേൽക്കുന്നത്? മരിച്ചവരെല്ലാവരും, അവരേതവസ്ഥയിലുള്ളവരാണെങ്കിലും ഉയർത്തെഴുന്നേൽക്കും. ഇനി ശ്രദ്ധിക്കണം, നന്മ ചെയ്തവർ ജീവൻ്റെ ഉയർപ്പിലേക്കും തിന്മ പ്രവർത്തിച്ചവർ വിധിയുടെ ഉയർപ്പിലേക്കും. ഒരിക്കൽ കൂടി ശ്രദ്ധിക്കുക, നന്മ ചെയ്തവർ ജീവൻ്റെ ഉയർപ്പിലേക്കും തിന്മ പ്രവർത്തിച്ചവർ, കർത്താവിനെ ഈ ഭൂമിയിൽ നിരന്തരം വേണ്ടാന്ന് പറഞ്ഞവർ, മാരകപാപത്തിൽ നിന്ന് ഒരിക്കലും മാറാതെ യാത്ര ചെയ്തവർ, തിന്മ പ്രവർത്തിച്ചവർ വിധിയുടെ ഉയർപ്പിലേക്കും. ആരെങ്കിലും ചോദിച്ചേക്കാം, മരിച്ചവർ എങ്ങനെയാണ് ഉയർപ്പിക്കപ്പെടുക? എങ്ങനെ ഉത്ഥാനം സംഭവിക്കുന്നു എന്നത് നമ്മുടെ ഭാവനയ്ക്കും ഗ്രഹണശക്തിക്കും അതീതമാണ്. അത് വിശ്വാസത്തിന് മാത്രം അഭിഗമ്യമാണ്. എന്നാലും പ്രിയപ്പെട്ടവരെ, കുർബാനയിലുള്ള നമ്മുടെ ഭാഗഭാഗിത്വം, നമ്മുടെ ശരീരങ്ങൾ ക്രിസ്തുവിലൂടെ രൂപാന്തരപ്പെടുന്നതിൻ്റെ ഒരു മുന്നാസ്വാദനം നമുക്ക് പ്രദാനം ചെയ്യുന്നു. കുർബാനയിൽ പങ്കുകൊള്ളുന്ന നമ്മുടെ ശരീരങ്ങളും നശ്വരമല്ല, പ്രത്യുത ഉത്ഥാനത്തിൻ്റെ പ്രത്യാശ ഉൾക്കൊള്ളുന്നതായിത്തീരുന്നു. പ്രിയപ്പെട്ടവരെ, ഭൂമിയിൽ നമ്മൾ പരിശുദ്ധ കുർബാനയിൽ പങ്കുചേരുമ്പോൾ നമുക്കറിയാം, കുർബാനയിൽ സാധാരണ അപ്പം തന്നെയാണ് കുർബാനയിൽ നമ്മൾ ഉപയോഗിക്കുന്നത്, സാധാരണ ഗോതമ്പപ്പം. പക്ഷേ അതിൻ്റെ മേലെ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ആവാസം നിറയുമ്പം, ആശീർവാദ പ്രാർത്ഥനകൾ ഉരുവിടുമ്പം, ആ സാധാരണ അപ്പം ജീവനുള്ള കർത്താവിൻ്റെ പരിശുദ്ധ ശരീരമായി രൂപാന്തരപ്പെടുന്നു. പ്രിയപ്പെട്ടവർ, എൻ്റെ നിങ്ങളുടെയും ശരീരം ഈ ഭൂമിയിൽ സാധാരണ മാംസരക്തങ്ങളാണ്. കെമിക്കൽ പ്രത്യേകതകളുള്ള ഡിഫറൻറ്റ്, ഈ ഭൂമിയിലെ പ്രപഞ്ചത്തിലെ എല്ലാ ധാതുക്കളും അടങ്ങിയതാണ്. പക്ഷേ ഈ ശരീരങ്ങൾ കർത്താവിൻ്റെ സ്നേഹക്കരത്താൽ, അവിടുത്തെ അപരിമയമായ ശക്തിയാൽ രൂപാന്തരപ്പെടുമ്പം ഇതിലൊരു നവീകരണം, രൂപാന്തരീകരണം നമ്മുടെ ആത്മാവിലെ ശരീരത്തിൽ ഒരുപോലെ സംഭവിക്കുമെന്ന് കർത്താവിൻ്റെ കുർബാന നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ട എൻ്റെ സഹോദരങ്ങളെ, ഈ തിരിച്ചറിവിൻ്റെ കൃപാവെട്ടത്തിൽ ജീവിതത്തിൻ്റെ മൂല്യം വർദ്ധിപ്പിക്കാൻ ഈ ഭൂമിയിലായിരിക്കുന്ന എന്നെ കർത്താവ് ക്ഷണിക്കുകയാണ്. വീണ്ടും പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ദിവസത്തിലെ നമ്മളുടെ നിത്യസത്യങ്ങളെക്കുറിച്ചുള്ള ധ്യാനം അവസാനിപ്പിക്കുമ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചിന്ത കൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കാനുണ്ട്. അത് തനത് വിധിയെക്കുറിച്ചാണ്. ശരീരത്തിൻ്റെ ഉയർപ്പിനെക്കുറിച്ച്, മരണശേഷമുള്ള ഉത്ഥാനത്തെക്കുറിച്ച് നമ്മൾ പങ്കുവെച്ചു. ഇനി തനത് വിധി വളരെ ശ്രദ്ധയോടെ പ്രിയപ്പെട്ടവർ ശ്രദ്ധിക്കണം. പരിശുദ്ധ കത്തോലിക്ക തിരുസഭ നമ്മൾ ഏത് കാര്യം പഠിപ്പിക്കുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട സത്യം, അത് കത്തോലിക്ക സഭ കണ്ടുപിടിച്ച ഒരു സത്യമല്ല, അത് കർത്താവായ യേശുക്രിസ്തു പങ്കുവെച്ച സത്യത്തെ കത്തോലിക്ക തിരുസഭ വചനത്തിൻ്റെ വെട്ടത്തിലും വിശുദ്ധ പാരമ്പര്യങ്ങളുടെ വെളിച്ചത്തിലും വ്യക്തമായി പഠിപ്പിക്കുന്നു. ദൈവമക്കൾ, കർത്താവിൻ്റെ പ്രിയപ്പെട്ട മക്കൾ, അതനുസരിച്ച് നിത്യജീവൻ പ്രാപിക്കാൻ വേണ്ടി പരിശുദ്ധ അമ്മ സഭ അത് പഠിപ്പിക്കുന്നു. നമുക്ക് അമ്മയായ സഭ അത് പഠിപ്പിക്കുന്നു. ദൈവത്തെ നമ്മൾ അപ്പാന്ന് വിളിക്കുന്ന എങ്കിൽ നമ്മൾ അറിയണം, അത് പരിശുദ്ധ അമ്മയായി, നമുക്ക് അമ്മയായി സഭ നിലനിൽക്കുന്നതുകൊണ്ടാണ്. ആ തിരുസഭയുടെ അമ്മയാണ് പരിശുദ്ധ കന്യകാമറിയം. അതുകൊണ്ട് ആ തിരിച്ചറിവോടുകൂടി നമ്മൾ തിരിച്ചറിയണം, നമ്മൾ ദൈവത്തെ അപ്പാന്ന് വിളിക്കുമ്പം നമുക്ക് ഈ ഭൂമിയിലൊരു അമ്മയുണ്ട്. നമ്മളെ മാമോദിസ തൊട്ടിയിൽ നമ്മളെ മുക്കിയെടുത്ത് ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മക്കളാക്കിയ പരിശുദ്ധ സഭ, ആ സഭയുടെ അമ്മയായ ഈശോ പരിശുദ്ധ കന്യകാമറിയത്തെ പ്രത്യേകം വേർതിരിച്ചിരിക്കുന്നു. അതുകൊണ്ട് ആ ഒരു തിരിച്ചറിവിൽ നമ്മൾ സഭ പഠിപ്പിക്കുന്നത്, വിശ്വാസത്യങ്ങൾ പഠിപ്പിക്കുന്നത് ഈശോ പഠിപ്പിച്ച അതേ ബോധ്യത്തോടു കൂടി സ്വീകരിക്കാൻ നമുക്ക് കടമയുണ്ട്. കാരണം അത് പഠിപ്പിക്കുന്നത് വചനത്തിൻ്റെ വ്യക്തമായ അടിത്തറയിലാണ്. തനത് വിധിയെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വചനഭാഗം, പ്രിയപ്പെട്ടവരെ, നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 3-ാം അധ്യായത്തിൽ കർത്താവ് വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മളുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ വിധി നമുക്ക് അനുഗ്രഹമായിട്ട് മാറാൻ ഉള്ള വലിയ സാധ്യത, അത് കർത്താവിനെ ആത്മാർത്ഥമായി രക്ഷകനും നാഥനുമായിട്ട് സ്വീകരിക്കുന്നതിലൂടെയാണ്. കർത്താവിൻ്റെ വചനം നമുക്ക് ശ്രദ്ധിക്കാം. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം അതിന് 18-19 വചനങ്ങൾ, 17-18 വചനങ്ങൾ.
ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല, പ്രത്യുത അവൻ വഴി ലോകം രക്ഷ പ്രാപിക്കാനാണ്. അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നില്ല. വിശ്വസിക്കാത്തവനോ ദൈവത്തിൻ്റെ ഏകജാതൻ്റെ നാമത്തിൽ വിശ്വസിക്കായിക മൂലം നേരത്തെ തന്നെ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുന്നു. യേശുക്രിസ്തുവിനെ കർത്താവായി സ്വീകരിച്ച ഒരു മകൻ, മകൾ അവനെ നിഷേധിക്കുമ്പം എന്നേക്കുമായിട്ട് നിത്യജീവനെ നിഷേധിക്കുന്ന സത്യം തിരിച്ചറിയണം. മക്കളെ, ഈ കാലഘട്ടത്തിൽ നമ്മുടെ എത്രയോ മക്കളാണ് ചെറു കാര്യങ്ങളുടെ പേരിൽ വിശ്വാസം ഉപേക്ഷിച്ചിട്ട് മറ്റിടവഴികളിലൂടെ ജീവിതത്തെ നശിപ്പിക്കുന്നത്. ആ മക്കൾ അറിയേണ്ട ഏറ്റവും വലിയ സത്യം, കർത്താവിനെ നിഷേധിക്കുക എന്നാൽ നിത്യജീവനെ നിഷേധിക്കുകയാണ്. നിന്റെ ജീവിതത്തിന് മരണം ഇരന്നു വാങ്ങുകയാണ്. കർത്താവിൻ്റെ സ്നേഹം നമ്മളെ പൊതിയുന്ന കരുണയായിട്ട് ഈ ഭൂമിയിൽ നിലനിൽക്കുമ്പം ആ കരുണയെ കാണാതെ, ആ സ്നേഹത്തെ അറിയാതെ, ആ വിശുദ്ധ കൂടാരത്തിൻ്റെ കൂട്ടായ്മയെ മനസ്സിലാക്കാതെ പിശാചൊരുക്കുന്ന തന്ത്രപൂർവമായ സ്നേഹക്കൂട്ടിൽ, രുചിക്കൂട്ടിൽ, ജഡത്തിൻ്റെ കൂട്ടിൽ, ദുഷ്ടസ്വാധീനങ്ങളിൽ മക്കൾ കുരുങ്ങുമ്പോൾ മക്കൾ യഥാർത്ഥ ശത്രുവിനെ തിരിച്ചറിയുന്നില്ല. ശത്രു പിശാച്, അവനെക്കുറിച്ച് ഈശോ പറയുന്നുണ്ട്, അവൻ ആദ്യം മുതലേ കള്ളനാണ്, അവൻ കൊലപാതകിയാണ്, അവൻ നശിപ്പിക്കാൻ വന്നവനാണ്. അവൻ പഞ്ചാര വർത്തമാനം പറയുമായിരിക്കും, അവൻ മോഹന വാഗ്ദാനങ്ങൾ തരുമായിരിക്കും, അവൻ സൗന്ദര്യത്തിൻ്റെ കൂട്ടിൽ വരുമായിരിക്കും, അവൻ ആകർഷണീയമായ ഓഫറുകൾ തരുമായിരിക്കും, അവൻ നവമാധ്യമങ്ങളുടെ വലിയ വലിപ്പമുള്ള വലിയ പുത്തൻ സാമ്രാജ്യങ്ങളിലേക്ക് നിനക്ക് പ്രവേശനം തരുമായിരിക്കും, മോഡേൺ ഗാഡ്ജറ്റ്സുകൾ സമ്മാനമായിട്ട് തരുമായിരിക്കും. പക്ഷെ കുഞ്ഞെ, നീ അറിയണം, യേശുക്രിസ്തുവിനെ സ്വന്തമാക്കുന്നതിനേക്കാൾ വലിയ ഭാഗ്യം ലോകത്തിൽ മറ്റൊന്നുമില്ല. ഈ ഭൂമിയിൽ യേശുക്രിസ്തുവിനെ സ്വന്തമാക്കാൻ മാമോദിസയിലൂടെ ഭാഗ്യം കിട്ടിയ ഒരു മകനെ, മകളെ, ആ കർത്താവിൻ്റെ വില അറിഞ്ഞ് അവനെ സ്വീകരിക്കുന്നതാണ് നിത്യജീവൻ. അത്രമാത്രം നമ്മുടെ ദൈവം നമ്മളെ സ്നേഹിക്കുന്നു, വിലമതിക്കുന്നു. ഈ സത്യത്തെ തിരിച്ചറിയാൻ ഇന്ന് നമ്മുടെ മക്കൾക്ക് ദൈവം കൃപ തരട്ടെ. ആ വലിയ കൃപയെ കാണാതെ പോയ ജീവിതങ്ങൾ എല്ലാം നശിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. കർത്താവ് പ്രയോറിറ്റി അല്ലാതെ പോകുന്ന കുടുംബങ്ങളിൽ വലിയ നാശം പലപ്പോഴും ഒളിഞ്ഞിരിക്കുന്ന നമുക്ക് കാണാൻ പറ്റും. കുഞ്ഞുമക്കളെ വളർത്തുമ്പം, പ്രിയപ്പെട്ടവരെ, മാതാപിതാക്കളെ, നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഈ സമയം ശുശ്രൂഷയിൽ പങ്കുചേരുന്നുണ്ടെങ്കിൽ നിങ്ങൾ തിരിച്ചറിയണം, യേശുക്രിസ്തുവിനെ നോക്കി വളർത്താൻ പഠിപ്പിക്കണം. എല്ലാ ദിവസവും കുഞ്ഞുങ്ങൾക്ക് പ്രാർത്ഥനകൾ ചൊല്ലിക്കൊടുക്കണം. വിശുദ്ധ ജാവർ പിതാവ് പറയുന്നൊരു കാര്യമുണ്ട്, എൻ്റെ അമ്മ അപ്പൻ എന്നെ വളർത്തിയത്, അദ്ദേഹം പറയാണ്, കണ്ണും കാതും വളരുന്നോ എന്ന് മാത്രമല്ല, എൻ്റെ അമ്മ ശ്രദ്ധിച്ചിരുന്നത് കണ്ണും കാതും തന്നവനിലേക്ക് കൂടി എൻ്റെ കുഞ്ഞ് വളരുന്നോ എന്ന് അമ്മ ശ്രദ്ധിച്ചായിരുന്നു. കണ്ണും കാതും വളരുന്നോന്ന് മാത്രമല്ല, കണ്ണും കാതും തന്ന കർത്താവിങ്കലേക്ക് മകൻ വളരുന്നോന്ന് ശ്രദ്ധിച്ചതുകൊണ്ട് കുഞ്ഞാരായിട്ട് മാറി. നമ്മുടെ കുഞ്ഞുമക്കള് വളരുമ്പം അവർ നമ്മുടേതാണെന്ന് വിചാരിച്ച് നമ്മൾ അവരെ നമ്മുടെ സ്വപ്നങ്ങളിൽ മാത്രം വളർത്തിയ കർത്താവിൻ്റെ സ്വപ്നം നിലച്ചു പോകും. പ്രിയപ്പെട്ടവരെ, ആ കുഞ്ഞ് നമുക്ക് നാളെ വലിയ ബാധ്യതയാകും എന്ന സത്യം കൂടി തിരിച്ചറിയണം. വലിയ ഭാരമാകും, അപരിചിതയാകും. അനേകം പേരുടെ ദുഃഖം ഇത്. തിരിച്ചറിയണേ ഈ സത്യം മനസ്സിലാക്കിയ സഹോദരങ്ങൾക്ക് ഇന്നറിയാം, വേണ്ട സമയത്ത് കർത്താവിനെ അല്പം കൂടി ഗൗരവത്തോടെ കൊടുത്തിരുന്നെങ്കിൽ ഈ ദുർഗതി എനിക്ക് വരത്തില്ലായിരുന്നു എന്ന്. നമ്മുടെ മാതാപിതാക്കൾ സത്യം അറിയട്ടെ. മക്കൾക്ക് കർത്താവിനെ ഏറ്റവും ശ്രദ്ധയോടെ വിളമ്പാൻ, കർത്താവിൻ്റെ വചനം പഠിപ്പിക്കേണ്ട സമയത്ത്, വേദപാഠ ക്ലാസ്സിൽ കൃത്യമായിട്ട് വിടേണ്ട സമയത്ത് അത് കൃത്യമായിട്ട് ചെയ്യാൻ, ആ കാര്യങ്ങൾ വീണ്ടും വീണ്ടും പ്രിയപ്പെട്ടവരെ ഭവനങ്ങളിൽ ശ്രദ്ധയോടെ ആ കാര്യങ്ങളിൽ ശ്രദ്ധിക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് കൃപ കിട്ടട്ടെ. എൻ്റെ ശുശ്രൂഷ കാലയളവിൽ, ഈ യാത്രയിൽ അനേകം മക്കൾ പ്രാർത്ഥിക്കാൻ വേണ്ടി മാതാപിതാക്കൾ കുഞ്ഞുമക്കളെ കൂട്ടിക്കൊണ്ടൊക്കെ വന്ന ഒരു ഓർമ്മയിൽ ഞാൻ പറയുകയാണ്, ഇന്നോളം ഒരപ്പനും അമ്മയും നാളെ വേദപാഠ പരീക്ഷയാണ്, അച്ഛൻ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് വന്നിട്ടില്ല. ബാക്കി എല്ലാ പരീക്ഷയ്ക്കും വന്നിട്ടുണ്ട്. നമ്മുടെ മാതാപിതാക്കൾ ആ കാര്യങ്ങൾ എത്രത്തോളം ഗൗരവം കുറഞ്ഞാണ് കാണുന്നത് എന്നുള്ളതിൻ്റെ ഒരു സൂചനയല്ലേ ഇത്. ഇന്ന് വരെ വന്നിട്ടില്ല. ഇനി നാളെ ഇത് പറഞ്ഞതിൻ്റെ പേരിൽ ആരെങ്കിലും വരുമായിരിക്കും. കുഞ്ഞ് ഇത്തരം കാര്യങ്ങളിൽ, ദൈവീയ കാര്യങ്ങളിൽ താല്പര്യം കാണിക്കുന്നില്ല എന്ന് പറഞ്ഞ് വരുന്നവരുടെ സംഖ്യ വളരെ കുറവാണെന്നുള്ള സത്യം നമ്മൾ തിരിച്ചറിയുമ്പം ഏറ്റവും പ്രധാനപ്പെട്ടതിന് നമ്മൾ മുതിർന്നവർ പോലും എത്ര വിലയാണ് കൊടുക്കുന്നതെന്ന് നമ്മൾ തിരിച്ചറിയണം.
അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, തനത് വിധി നമുക്ക് അനുഗ്രഹത്തിൻ്റെ വിധിയായിട്ട് മാറാൻ, സ്വീകരണമായിട്ട് മാറാൻ ഉള്ള ഏക കാരണം യേശുക്രിസ്തുവുമായിട്ടുള്ള ആർക്കും മുറിക്കാൻ പറ്റാത്ത, ആർക്കെന്നെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിന് വേർപെടുത്താൻ പറ്റുമെന്ന് പൗലോസ് അപ്പോസ്തലൻ ചോദിക്കുന്ന പോലെ ഒരു ബന്ധം ഈശോയോട് നമുക്കുണ്ടാകാൻ നമുക്ക് ആഗ്രഹിക്കാം. തനത് വിധിയുടെ ആ വലിയ ബൈബിൾ പശ്ചാത്തലം നമുക്കറിയാം. ഈശോ കുരിശിൻ ചുവട്ടിൽ, ഈശോയുടെ താഴെ, ഈശോയുടെ കുരിശിൻ്റെ ചുവട്ടിൽ അമ്മയായ മാതാവും മറ്റ് എല്ലാ മറിയന്മാരും യോഹന്നാനും ഒക്കെ നിൽക്കുന്ന സമയത്ത് ഈശോ ആ സമയത്ത് തന്നെ ഒരു ആത്മാവിനെ സ്വർഗത്തിലേക്ക് കയറ്റിക്കൊണ്ടു പോകും നമുക്ക് കാണാൻ പറ്റും. അത് ഈശോയുടെ വലതുവശത്ത് നമ്മൾ നല്ല കള്ളനെന്ന് വിളിക്കുന്ന ആ ഒരു പാവപ്പെട്ട മനുഷ്യൻ ഈശോയുടെ സന്നിധിയിൽ ആ മരണത്തിൻ്റെ വെപ്രാളത്തിലും അയാൾ വളരെ ശാന്തമായിട്ട് ഈശോയെ, അങ്ങയുടെ രാജ്യത്തിൽ എന്നെ ഓർക്കണേ എന്ന എളിമയോടെ, ഞാൻ പാപിയാണ്, പറയാനുള്ള അവകാശമൊന്നുമില്ല, അങ്ങേക്കൊരു രാജ്യമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി, അത് ഈ ലോകത്തിലല്ല എന്ന് എനിക്ക് നന്നായിട്ട് എനിക്ക് തിരിഞ്ഞു, കർത്താവേ അങ്ങയുടെ രാജ്യത്തിൽ എന്നെ ഓർക്കണേ എന്ന് പറഞ്ഞപ്പം, നീ കുറേ വർഷങ്ങൾ കിടക്കേണ്ടി വരുമെന്നല്ല ഈശോ പറഞ്ഞത്. കർത്താവിൻ്റെ കരുണയാൽ ആ മകൻ സ്വീകരിക്കപ്പെടുകയാണ്. നീ ഇന്ന് എൻ്റെ കൂടെ പർദീസയിലായിരിക്കും. തന്നത വിധിയെ ഓർമ്മിപ്പിക്കുന്ന ഒരു വചനഭാഗം. വീണ്ടും ഈശോ ഓർമ്മിപ്പിക്കുന്ന ഒരു ഉപമയുണ്ടല്ലോ, ലാസറിൻ്റെയും ദരിദ്രനായ ലാസറിൻ്റെയും ഒരു ധനികൻ്റെ ഉപമ. അവിടെ ലാസർ അബ്രാഹത്തിൻ്റെ മടിത്തട്ടിൽ സ്വർഗത്തിലിരിക്കുന്ന കഥ ഈശോ പറയുമ്പം, അങ്ങ് വിദൂരത്തിൽ, അങ്ങ് അഗാധ ഗർത്തത്തിൽ അകപ്പെട്ട ധനവാൻ വിതുമ്പി ഇങ്ങനെ കരഞ്ഞു പറയുന്നുണ്ട്, ലാസറിനെ എൻ്റെ അടുക്കലേക്ക് അയക്കണമേ. ഈശോ എന്താ പറയുന്നത്? അത് സാധ്യമല്ല, ഞങ്ങൾക്കും നിങ്ങൾക്കും മധ്യേ ഒരഗാധമായ ഗർത്തം സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു, നീ ഒരുക്കിയ ഗർത്തവാ. കർത്താവ് ആരെയും നരകത്തിലേക്ക് കൊണ്ടുപോകാൻ സൃഷ്ടിച്ചിട്ടില്ല, ഓരോ മനുഷ്യനും തിരഞ്ഞെടുക്കുന്നതാണ്. ദൈവത്തെ ബോധപൂർവ്വം ഒരാൾ നിഷേധിക്കുമ്പം മാത്രമാണ് ഒരാൾ നരകത്തിന് അർഹനാകുന്നത്. അവിടെ പ്രിയപ്പെട്ടവരെ, തനത് വിധി നമ്മൾ വളരെ ഗൗരവമായിട്ട് എടുക്കേണ്ട വിഷയമാണ്. വിശുദ്ധാത്മാക്കൾ പരിശുദ്ധ സഭയിൽ വണങ്ങപ്പെടുന്നതിന് പിന്നിലുള്ള കാരണം തനത് വിധിയാണ്. ഓരോ വിശുദ്ധനെയും വിശുദ്ധയെയും സഭ പ്രഖ്യാപിക്കുമ്പോൾ സഭ പറയുകയാണ്, ഈ വ്യക്തി ഈശോയുടെ കൂട്ടായ്മയിൽ സ്വർഗത്തിലുണ്ട്, ആദരിക്കപ്പെടാവുന്ന വ്യക്തിയാണ്, സ്നേഹിക്കപ്പെടാവുന്ന വ്യക്തിയാണ്, മാതൃകയാക്കാൻ പറ്റുന്ന വ്യക്തിയാണ്, ഈശോ മിശിഹായുടെ സന്നിധിയിൽ വലിയ മാധ്യസ്ഥ ശക്തിയുള്ള വ്യക്തിയാണ് എന്ന് സഭ പഠിപ്പിക്കുകയാണ്. തനത് വിധി എന്തെന്ന് പക്ഷേ കത്തോലിക്ക തിരുസഭയുടെ മതബോധന ഗ്രന്ഥം CCC നമ്മളെ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. ഓരോ മനുഷ്യനും ശ്രദ്ധിച്ച് ഈ സമയക്കാര്യം ശ്രദ്ധിക്കണം. ഓരോ മനുഷ്യനും തൻ്റെ മരണത്തിൻ്റെ നിമിഷത്തിൽ തന്നെ സ്വജീവിതത്തെ ക്രിസ്തുവിനോട് ബന്ധപ്പെടുത്തി തൻ്റെ അമർത്യമായ ആത്മാവിൽ തൻ്റെ ശാശ്വത പ്രതിഫലം സ്വീകരിക്കുന്നു. ഒരു ശുദ്ധീകരണ പ്രക്രിയയിലൂടെയോ നേരിട്ടോ സൗഭാഗ്യത്തിലേക്കുള്ള പ്രവേശനം, അല്ലെങ്കിൽ നേരിട്ടുള്ളതും ശാശ്വതവുമായ ശിക്ഷയിലേക്കുള്ള പ്രവേശനം. പ്രിയപ്പെട്ടവരെ, ഈ കാര്യത്തെ നമ്മൾ ഗൗരവമായിട്ട് സ്വീകരിക്കണം. ഒരിക്കൽ കൂടി അച്ഛൻ പറയുകയാണ്, ഓരോ മനുഷ്യനും തൻ്റെ മരണത്തിൻ്റെ നിമിഷത്തിൽ തന്നെ ഈശോയുടെ സഭ പഠിപ്പിക്കുന്നത് വചനാധിഷ്ഠിതമായിട്ടാണ്, വിശുദ്ധ പാരമ്പര്യങ്ങളുടെ വെളിച്ചത്തിലാണ്, വിശുദ്ധാത്മാക്കളിലൂടെ വെളിപ്പെടുത്തപ്പെട്ട ദൈവിക രഹസ്യങ്ങളുടെ വെളിച്ചത്തിലാണ്. അതുകൊണ്ട് അത് അതേപടി വിശ്വസിക്കുന്നതാണ് നമുക്ക് ഏറ്റവും അനുഗ്രഹപ്രദം. അത് തിരിച്ചറിഞ്ഞ് സഭാമക്കൾ വിശ്വാസത്തോടെ ഈ വചനം ശ്രദ്ധിക്കുക. ഓരോ മനുഷ്യനും തൻ്റെ മരണത്തിൻ്റെ നിമിഷത്തിൽ തന്നെ, നമുക്ക് വേണ്ടി പൂക്കൾ വെട്ടി നമ്മളുടെ മൃതശരീരം അലങ്കരിക്കുന്നതിന് മുമ്പ് തന്നെ, മരണത്തിൻ്റെ നിമിഷത്തിൽ തന്നെ സ്വജീവിതത്തെ ക്രിസ്തുവിനോട് ബന്ധപ്പെടുത്തി. ആരോട് ബന്ധപ്പെടുത്തി? യേശു ക്രിസ്തുവുമായിട്ടുള്ള നിന്റെ ബന്ധത്തോട് ബന്ധപ്പെടുത്തി, അവനുമായിട്ടുള്ള ഐക്യത്തോട്. ആകയാൽ യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവിധി ഇല്ല. ആകയാൽ യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവിധി ഇല്ല. പ്രിയപ്പെട്ട, ഈ ഭൂമിയിലാണ് ഞാൻ മാനസാന്തരപ്പെടേണ്ടത്. ഈ ഭൂമിയിലാണ് എൻ്റെ ബന്ധങ്ങളെ ഞാൻ ക്രമീകരിക്കേണ്ടത്. ഈ ഭൂമിയിലാണ് എൻ്റെ കുറവുകളെ ഞാൻ ഏറ്റുപറയേണ്ടത്. ഈ ഭൂമിയിലാണ് ഞാൻ ക്ഷമ ചോദിക്കേണ്ടത്. ഈ ഭൂമിയിലാണ് ഞാൻ കരുണ കാണിക്കേണ്ടത്. ഈ ഭൂമിയിലാണ് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവർക്ക് പങ്കുവെക്കേണ്ടത്. നമ്മൾ നാളെ അന്ത്യവിധിയെക്കുറിച്ച് സംസാരിക്കുമ്പം അന്ത്യവിധി പ്രവൃത്തികളുടെ മാനദണ്ഡത്തിലാണ് നമുക്കറിയാം. അന്ത്യവിധി പ്രവൃത്തികളുടെ മാനദണ്ഡത്തിലാണ്.
പക്ഷെ പ്രവർത്തിക്കാൻ ആവശ്യമായ ദൈവശക്തി തരുന്നത് ഈശോയിലുള്ള വിശ്വാസമാണ്, പരിശുദ്ധാത്മ കൃപയാണ്. അത് നമ്മൾ വളരെ വ്യക്തമായിട്ട് ബോധ്യത്തോടെ മനസ്സിലാക്കണം. പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തുവിനോട് ബന്ധപ്പെടുത്തി ജീവിതം ക്രമീകരിക്കപ്പെട്ട ഏതൊരാൾക്കും തനത് വിധിയിൽ കർത്താവിൻ്റെ വിശുദ്ധ കൂടാരത്തെ സ്വീകരണം കർത്താവ് ഈശോ തരും. കർത്താവ് അത് വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ഈ ഭൂമിയിൽ എൻ്റെ നാമത്തെ മാനിച്ചവരെ സ്വർഗത്തിൽ പിതാവിൻ്റെ മുമ്പിൽ മാലാഖമാരുടെ മുമ്പിൽ ഞാൻ സാക്ഷ്യപ്പെടുത്തും. മറ്റാരുമല്ല, ഞാൻ സാക്ഷ്യപ്പെടുത്തും. അതിനുള്ള ഒന്നാമത്തെ തെളിവ് എന്താണ്? ആദ്യത്തെ രക്തസാക്ഷിയെ നോക്ക്. അയാളെ കാത്തു നിൽക്കുന്നത് പത്രോസ് അല്ല, മറ്റേതെങ്കിലും പൂർവ്വപിതാക്കന്മാരല്ല, അബ്രഹാം അല്ല, യാക്കോബല്ല, ഇസഹാക്ക് അല്ല, ജോസഫ് അല്ല. കാത്തു നിൽക്കുന്നത് കർത്താവായ യേശു. നീ ആർക്ക് വേണ്ടിയാണോ ജീവിതം സമർപ്പിച്ചത്? നീ ആർക്ക് വേണ്ടിയാണോ ജീവിതത്തെ ക്രമപ്പെടുത്തിയത്, ക്രമീകരിച്ചത്? നീ ആരെയാണ് യഥാർത്ഥത്തിൽ സ്നേഹിച്ചത്? ആ യേശു ക്രിസ്തു നിന്നെ സ്വർഗത്തിൽ സ്വീകരിക്കാൻ മുൻപിൽ നിൽക്കും. പിതാവിൻ്റെ മുമ്പിൽ, വിശുദ്ധരുടെ മുമ്പിൽ സാക്ഷ്യപ്പെടുന്നത് എൻ്റെ മോനാ, എൻ്റെ മോളാ, എനിക്ക് വേണ്ടി വില കൊടുത്തവൾ, എനിക്ക് വേണ്ടി നാണം കെട്ടത്, എനിക്ക് വേണ്ടി സുവിശേഷത്തിൻ്റെ വില സ്വീകരിച്ചത്, എനിക്ക് വേണ്ടി സമർപ്പിതയായത്, എനിക്ക് വേണ്ടി വേർതിരിക്കപ്പെട്ട രക്തസാക്ഷിയായത്, എനിക്ക് വേണ്ടി ലോകത്തിൽ മറ്റുള്ളവർ മുമ്പിൽ അപമാനം ഏറ്റെടുത്ത മകൻ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ഭൂമിയിൽ മറ്റുള്ളവരെ താങ്ങി 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 ജീവിച്ചാൽ അവരെത്ര കാലം നമ്മളെ താങ്ങുമെന്ന് യാതൊരു ഉറപ്പുമില്ല. നിർണായ സമയത്ത് നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മൾ അങ്ങേറ്റം സ്നേഹിക്കുന്നുണ്ടെങ്കിൽ പോലും നമ്മളെ സഹായിക്കാനുള്ള കഴിവുമില്ല. മനുഷ്യനത്രേ ഉള്ളൂ, മനുഷ്യനത്രേ പറ്റുള്ളൂ. പക്ഷേ സർവശക്തനായ തമ്പുരാൻ, നമ്മുടെ ദൈവം, അവൻ തൻ്റെ സ്നേഹത്തിൽ നമ്മളോട് ഒട്ടി നിൽക്കുന്നതിനാൽ നമ്മുടെ എല്ലാ കാര്യങ്ങളിലും അവൻ്റെ ശ്രദ്ധയുണ്ട്, അവൻ്റെ കരുണ നമ്മളെ പിന്തുടരും. അതുകൊണ്ട് തനത് വിധി, പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിനുള്ള ഐക്യമാണ് നമ്മളെ വിലയുള്ളവരാക്കി മാറ്റുന്നതെന്ന്, ശിക്ഷാവിധിയിൽ നമ്മളെ രക്ഷിക്കുന്നതെന്നുള്ള സത്യത്തെ നമ്മുടെ മുമ്പിൽ ഓർമ്മിപ്പിക്കുന്നു. ഈ നിമിഷങ്ങളിൽ നമുക്ക് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാം. നമ്മൾ കുർബാനയുടെ ആരാധനയിലേക്ക് പ്രവേശിക്കുകയാണ്. ജീവിത സായാഹ്നത്തിൽ സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പരിശോധിക്കപ്പെടും. മരണനിമിഷത്തിൽ ലഭിക്കുന്ന വിധി, സ്വർഗം, ശുദ്ധീകരണ സ്ഥലം, നരകം എന്നീ സ്ഥിതികളിലേക്ക് പ്രവേശിക്കുന്നു. നമ്മൾ മരിച്ചവരുടെ ഒരു ആത്മാവും ഭൂമിയിൽ അലഞ്ഞു നടക്കുന്നില്ലെന്നുള്ള സത്യം നമ്മൾ തിരിച്ചറിയണം. തനത് വിധിയെക്കുറിച്ച് പഠിപ്പിക്കുമ്പം നമ്മൾ അറിയേണ്ട അനേകം പേർക്കുള്ള ഒരു സംശയമാണ്, മരിച്ചവരുടെ ആത്മാവ് ഇങ്ങനെ നടക്കുന്നുണ്ടോ? ദൈവം ഒരിക്കലും അത് അനുവദിച്ചിട്ടില്ല. മരിച്ചവരുടെ ഒരു ആത്മാവും ഈ ഭൂമിയിലൂടെ അലഞ്ഞു നടക്കാൻ ദൈവം സമ്മതിക്കുന്നില്ല. അവർ കൃത്യമായ ക്രമീകരണത്തിലേക്ക് പ്രവേശിക്കും. ഒന്നുകിൽ പൂർണ്ണ വരപ്രസാദത്തിലാണെങ്കിൽ അവർ സ്വർഗത്തിലേക്ക്. ശുദ്ധീകരണം ആവശ്യമുള്ള, ദൈവത്തോട് ഐക്യമുള്ള, കൂട്ടായ്മയുള്ളൊരു വ്യക്തിയുടെ ആത്മാവാണെങ്കിൽ ശുദ്ധീകരണ സ്ഥലത്തിലൂടെ സ്വർഗത്തിലേക്ക്. ഈ സ്വർഗം, ശുദ്ധീകരണ സ്ഥലം, നരകം നമ്മളുടെ ജീവിതത്തിൽ ഇനി സംഭവിക്കാനെങ്കിൽ പുതിയ ആകാശം, പുതിയ ഭൂമി, അക്കാര്യങ്ങളെല്ലാം ഇനി വരുന്ന 2 ദിവസങ്ങളിൽ നമ്മൾ പ്രത്യേകം കർത്താവിൻ്റെ സഭയുടെ പഠനത്തിൽ കർത്താവിൻ്റെ വചനത്തിൻ്റെ സഹായത്തോടെ നമ്മൾ പങ്കുവെക്കും. പക്ഷെ നമ്മൾ ഓർമ്മിക്കണം, നമ്മൾ ഈ തനത് വിധിയുടെ സമയത്ത് തന്നെ പൂർണ്ണ വരപ്രസാദത്തിലാണെങ്കിൽ, കർത്താവിനുള്ള പരിപൂർണ്ണ ഐക്യത്തിലാണെങ്കിൽ നമ്മൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നു. ശുദ്ധീകരണം ആവശ്യമുള്ള, കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ അടുപ്പമുള്ള ഒരാത്മാവ്, വിശുദ്ധിയോടെ യാത്ര ചെയ്ത ആത്മാവ്, ശുദ്ധീകരണം ആവശ്യമുള്ള ഒരാത്മാവാണെങ്കിൽ പ്രിയപ്പെട്ടവരെ ശുദ്ധീകരണ സ്ഥലത്തിലൂടെ കടന്നു പോകുന്നു. ദൈവത്തെ എന്നേക്കുമായിട്ട് ഈ ഭൂമിയിൽ ആവർത്തിച്ച് തൻ്റെ സ്വാതന്ത്ര്യത്തിൽ ദൈവത്തെ വേണ്ട എന്ന് പറഞ്ഞൊരാത്മാവ് ബോധപൂർവം അയാൾ എടുക്കുന്ന തിരഞ്ഞെടുപ്പാണ് നരകം. അത് നിത്യനരകമാണെന്ന് കർത്താവിൻ്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമുക്കൊരു സംശയം തോന്നാം, പൊതുവിധിയിൽ എന്താ സംഭവിക്കുന്നത്, അന്ത്യവിധിയിൽ എന്താ സംഭവിക്കുന്നത്? ആ കാര്യങ്ങൾ നമ്മൾ നാളെ സംസാരിക്കും. വളരെ പ്രധാനപ്പെട്ട ഒരു വാക്ക് മാത്രം പറയാം. പൊതുവിധിയിൽ പ്രധാനമായിട്ട് സംഭവിക്കുന്നത് തനത് വിധിയുടെ പൊതുവായ സ്ഥിരീകരണം സംഭവിക്കും, തനത് വിധിയുടെ വിശദീകരണം സംഭവിക്കും. എന്തുകൊണ്ട് ഈ വ്യക്തി ഈ സ്വർഗത്തിലെത്തി, എന്തുകൊണ്ട് ഈ വ്യക്തി നരകത്തിലെത്തി, ആ വിശദീകരണം നമുക്ക് കിട്ടും. 2, അന്ത്യവിധിയിൽ കർത്താവിൻ്റെ ദ്വിതീയ ആഗമനത്തിൽ ശരീരങ്ങളുടെ ഉയർപ്പ്, ശരീരം കാത്തുകിടക്കുകയാണ് ഈശോയോട്, സ്വർഗത്തോട് ചേരാൻ, രൂപാന്തരപ്പെടാൻ. ആ ശരീരങ്ങളുടെ ഉയർപ്പ് പൊതുവിധിയിലാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ തിരിച്ചറിവുകൾ നമ്മളെ കൂടുതൽ വിലയുള്ള മനുഷ്യരാകാൻ സഹായിക്കട്ടെ. നമ്മൾ കൂടുതൽ വിലയുള്ള മനുഷ്യരാകുമ്പോഴാണ് കൂടുതൽ വിലയുള്ള സ്വർഗീയ മക്കളായിട്ട് നമ്മൾ രൂപാന്തരപ്പെടുന്നത്. ഈ നിമിഷങ്ങളിൽ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ജീവനുള്ള അപ്പത്തെ നമ്മൾ ആരാധിക്കുകയാണ്. ഈ ജീവനുള്ള അപ്പത്തോടുള്ള എൻ്റെ ബന്ധമാണ് എന്നെ വ്യത്യാസപ്പെടുത്താൻ പോകുന്നത്, എന്നെ വിലയുള്ളതാക്കി മാറ്റുന്നത്. മറ്റൊന്നുമല്ല. ഈ തിരിച്ചറിവ് പ്രിയപ്പെട്ട എൻ്റെ സഹോദരൻ, സഹോദരി നിനക്കൊണ്ടാകട്ടെ.
മറ്റൊന്നും. ഇവിടുത്തെ പരാജയങ്ങൾ പരാജയങ്ങളായിട്ട് എണ്ണരുത്, ഇവിടുത്തെ തകർച്ചകൾ തകർച്ചയായിട്ട് എണ്ണരുത്, ഇവിടുത്തെ വീഴ്ചകൾ വീഴ്ചയായിട്ട് എണ്ണരുത്. ഞെരങ്ങി മറിഞ്ഞാണെങ്കിൽ കർത്താവേ എന്ന് വിളിച്ച് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് എത്താനുള്ള കാലം ഇത്. കർത്താവേ എന്ന് അന്ന് ആ പാവപ്പെട്ട ചുങ്കക്കാരൻ വിളിച്ചില്ലേ, പാവപ്പെട്ടവൻ, പള്ളിക്കകത്ത് കയറാൻ പോലും പറ്റാത്ത വിധം മനസ്സ് മുറിഞ്ഞവൻ അങ്ങ് വിദൂരത്ത് നിന്നുകൊണ്ട് അപ്പാ ദൈവമേ പാപിയാണ് കാത്തോടെ എന്ന് പറഞ്ഞപ്പം പ്രിയപ്പെട്ടവരെ ആ മനുഷ്യൻ്റെ ജീവിതം നീതീകരിക്കപ്പെട്ടു. തമ്പുരാൻ്റെ മുമ്പിൽ അത് വിലയുള്ളതായിട്ട് മാറ്റപ്പെട്ടു. ഈ നിമിഷങ്ങളിൽ നമുക്കും നമ്മുടെ കുറവുകളേറ്റ് പറയാം. ദൈവതിരുസന്നിധിയിൽ പാപിയാണ് എന്ന്. കർത്താവേ, നിന്റെ സഹായം ഇല്ലാതെ എനിക്കൊരു നന്മയും ചെയ്യാനുള്ള കഴിവില്ലെന്ന്, കർത്താവിൻ്റെ സഹായത്താൽ മാത്രമേ എനിക്ക് നിവർന്നു നിൽക്കാൻ കഴിവുള്ളെന്ന് മക്കൾ ഏറ്റുപറഞ്ഞുകൊണ്ട് കർത്താവിനെ ആരാധിക്കുവാൻ ആരാധന ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. സത്യവചനത്തിൻ്റെ ശക്തി ഈ സമയം നമ്മുടെ കുടുംബങ്ങളെ ബലപ്പെടുത്തുന്ന, വിശുദ്ധീകരിക്കുന്ന, വിടുതൽ നൽകുന്ന അനുഗ്രഹത്തിൻ്റെ സമയമാണ്. ജീവനുള്ള കർത്താവിൻ്റെ സാന്നിധ്യം നമ്മുടെ കുടുംബങ്ങളെ ആശീർവദിക്കുന്ന സമയമാണ്. നമുക്ക് എല്ലാവർക്കും വിശ്വാസത്തോടെ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കാം. ഏഴു വിളക്കിൻ നടുവിൽ ശോഭപൂർണനാ മാറത്തുവൻ കച്ചയണിഞ്ഞും കാണുന്നേശുവേ ഏഴു വിളക്കിൻ നടുവിൽ ശോഭപൂർണനാ മാറത്തു പൊൻ കച്ചയണിഞ്ഞും കാണുന്നേശുവേ ആദ്യനം അന്ത്യനം നീ മാത്രമേശുവേ സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേശുവേ ആദ്യനം അന്ത്യനം നീ മാത്രമേശുവേ സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേശുവേ ഹല്ലേലൂയ 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 പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഈശോയുടെ സന്നിധിയിൽ നമ്മൾ ഈ സമയം അവിടുത്തെ ആരാധിക്കുമ്പം മക്കൾ തിരിച്ചറിയണം, ഈ ഈശോയുമായിട്ടുള്ള എൻ്റെ ബന്ധമാണ് അവനായിരിക്കുന്ന മുഴുവൻ മഹത്വത്തോടെ അവനെ കാണുമ്പോഴുള്ള നമ്മുടെ ഭാഗ്യം. ഈ കർത്താവുമായി ഈ ഭൂമിയിൽ നമുക്ക് എത്രത്തോളം ആത്മാർത്ഥമായ ബന്ധമുണ്ടോ അത്രയും നമുക്കവനെ കാണുമ്പം ഉറപ്പുണ്ടാകും. അവനിൽ നിന്ന് ഒന്നും മറഞ്ഞിരിക്കുകയില്ല എന്ന സത്യം നമുക്കറിയാമല്ലോ. ദൈവസാന്നിധ്യത്തിൻ്റെ പ്രകാശത്തിലേക്ക് കടന്നു വന്ന എല്ലാവരും ആദ്യം തിരിച്ചറിഞ്ഞത് തങ്ങൾ പാപികളാണ്, തങ്ങൾക്ക് ആ പരിസരത്ത് നിൽക്കാൻ ശക്തിയില്ല എന്നുള്ള തിരിച്ചറിവാണ്.
യെശയ്യാ ദീർഘദർശിക്ക് സ്വർഗദർശനം കിട്ടുമ്പം ആ മനുഷ്യൻ വാവിട്ട് നിലവിളിക്കുകയാണ്, ഞാൻ അശുദ്ധമായ അധരങ്ങളുള്ളവനും അശുദ്ധമായ അധരങ്ങളുള്ളവരുടെ മധ്യത്തിൽ വസിക്കുന്നവനുമാണ്, ഞാൻ നശിച്ചു, ഞാൻ എൻ്റെ ദൈവത്തെ ദർശിച്ചിരിക്കുന്നു. ദൈവമഹത്വത്തിൻ്റെ സന്നിധിയിൽ പ്രിയപ്പെട്ടവരെ നമുക്ക് നിൽക്കാൻ പറ്റുകയില്ല. അത്രത്തോളം ദൈവം പരിശുദ്ധനാണ്. ദൈവം അത്രത്തോളം ദൈവം വിലയുള്ളവനാണ്. ആ സത്യം തിരിച്ചറിഞ്ഞ നമ്മൾ ഈ ഭൂമിയിൽ കർത്താവ് കരുണയായി, സ്നേഹമായി, ആശ്വാസമായി, സൗഖ്യമായി നമ്മളെ നമ്മുടെ കുറവിൽ സന്ദർശിച്ച് നമ്മളെ സുഖപ്പെടുത്തുന്ന കാലഘട്ടത്തെ നമ്മൾ ഗൗരവമായി മാനിക്കണം. നമ്മൾ നമ്മുടെ കുറവുകൾ ഏറ്റുപറയണം. കുമ്പസാരത്തെ ഗൗരവമായി മാനിക്കണം. എളിമയോടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പാപങ്ങൾ തിരുത്തണം. വിശുദ്ധിയുടെ ഒരു പാത നമ്മൾ സ്വീകരിക്കണം. അതിന് ദൈവശക്തി നമുക്ക് ആവശ്യമാണ്. പ്രിയപ്പെട്ടവരെ, കർത്താവ് നമ്മളെ വിശുദ്ധരാകാൻ ക്ഷണിക്കുമ്പം നമുക്കതിനാവശ്യമായ ശക്തി, കൃപ അവൻ തന്നിരിക്കും. അൽഫോൻസാമ വിശുദ്ധയാതിനെക്കുറിച്ച് അവളെക്കുറിച്ച് എഴുതിയ പുസ്തകത്തിൽ ഒരു കാര്യം പറയുന്നുണ്ട്. അവൾ എല്ലാ ദിവസവും വിശുദ്ധിയാകണമെന്ന് ആഗ്രഹിച്ചു. അവൾ എല്ലാ ദിവസവും വിശുദ്ധിയാകാൻ ആഗ്രഹിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അപരിമയമായ ശക്തി സഹനത്തിലും പീഡയിലും തെറ്റിദ്ധാരണയിലും ഒക്കെ അവളെ പരിശുദ്ധിയാകാൻ സഹായിച്ചുകൊണ്ടേയിരുന്നു. പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും കുറവുകളും പോരായികളും ഉള്ളവരാണ്. വാക്കുകളിലും സംഭാഷണത്തിലും ഇടപെടലുകളിലും വ്യാപാരങ്ങളിലും നോട്ടത്തിലും ഒക്കെ പിഴയ്ക്കുന്നവരാണ്. പക്ഷേ വിശുദ്ധനാകാൻ ആഗ്രഹിച്ച് ദൈവശക്തി കടന്നു വന്ന് നമ്മുടെ സഞ്ചാരപഥങ്ങളെ നിയന്ത്രിക്കും. നമ്മുടെ പാദങ്ങൾക്ക് നിയന്ത്രണം തരും. നമ്മുടെ നോട്ടങ്ങളെ നിയന്ത്രിക്കും. നമ്മുടെ ഓർമ്മകളെ നിയന്ത്രിക്കും. നമ്മുടെ ആത്മാവിൽ ശക്തി തരും. അപരിമേയമായ യേശുക്രിസ്തുവിനെ കല്ലറയിൽ എഴുന്നേൽപ്പിച്ച ദൈവത്തിന്റെ അപരിമേയമായ പരിശുദ്ധാത്മ ശക്തി നമ്മുടെ മർത്യ ശരീരത്തിന് പുത്തനുണർവ്, ഉന്മേഷം തരും. ദൈവശക്തിയാൽ വിശുദ്ധി ജീവിക്കാനും വചനം പഠിക്കാനും പ്രാർത്ഥിക്കാനും കർത്താവിനെ ആരാധിക്കാനും നമ്മുടെ ശരീരത്തിൽ പ്രേരണ കിട്ടും. ജാഗരണം പ്രാർത്ഥിക്കാൻ ശക്തി കിട്ടും. ഉണർവോടെ ഇരിക്കാൻ ശക്തി കിട്ടും. അപരിമേയമായ പരിശുദ്ധാത്മ ശക്തി ഈ സമയം നമ്മളെ കർത്താവിന്റെ സന്നിധിയിൽ നിർത്താൻ സഹായിക്കുന്ന ദൈവശക്തി നിറയാൻ ആഗ്രഹിച്ച മക്കൾ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ശക്തി തരണമേ. പരിശുദ്ധാത്മാവേ, യേശുക്രിസ്തുവിനെ സാക്ഷ്യപ്പെടുത്താൻ സഹായിക്കണേ. പരിശുദ്ധാത്മാവേ, യേശുക്രിസ്തുവിനെ രക്ഷകനായി കർത്താവായി ജീവിതത്തിൽ ഏറ്റു പറയാൻ ശക്തി തരണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ. ആത്മാവേ, പരിശുദ്ധാത്മാവേ, സാക്ഷിയായി ഉയർത്തണമേ. പാപത്തിൻ കുഴിയിൽ നിന്നും ശാപക്കല്ലറയിൽ നിന്നും എന്നെ ഉയർത്തേണമേ, എന്നെ ഉയർത്തേണമേ. ഉത്ഥിതനായവനേ, ഉത്ഥാനമേകണമേ. ഉത്ഥിതനായവനേ, ഉത്ഥാനമേകണമേ. ഉത്ഥിതനായവനേ, ഉത്ഥാനമേകണമേ. പ്രിയപ്പെട്ടവരെ, എല്ലാ തകർച്ചകളിൽ നിന്നും എഴുന്നേൽക്കാൻ, വർഷങ്ങളുടെ വിട്ടുമാറാത്ത ദുശീലങ്ങളിൽ നിന്ന് സൗഖ്യം കിട്ടാൻ, നമ്മളെ നാളുകളായി ഭരിക്കുന്ന നിഷേധത്തിൻ്റെ ചിന്തകൾ, വെറുപ്പിൻ്റെ, വിഷാദത്തിൻ്റെ, നിരാശയുടെ, ഭയത്തിൻ്റെ, മരണചിന്തകൾ എടുത്തു മാറാൻ, നമ്മുടെ ജീവിതത്തിൽ നിന്ന് നീങ്ങിപ്പോകാൻ ദൈവശക്തി, അപരിമയമായ ദൈവശക്തി ഈ രാവിൽ നിന്നെ തേടി വരുന്ന സമയമാണ്. ഈ സമയം കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കും. ഈ സമയം മക്കള് ജീവനുള്ള കർത്താവിനെ
ആരാധിച്ചുകൊണ്ട്, എൻ്റെ കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവിനാൽ അങ്ങേ സാക്ഷ്യപ്പെടുത്താൻ ഞങ്ങൾക്ക് ശക്തി തരണമേ. പാപത്തിന്റെ ചളിക്കൊണ്ടിൽ നിന്ന് ഞങ്ങളെ എഴുന്നേൽപ്പിക്കണേ, സുഖപ്പെടുത്തണേ. ആഗ്രഹിച്ചുകൊണ്ട് വിളിച്ച ഈശോയേ, ഈ സമയം കർത്താവേ, നിങ്ങളുടെ ശക്തി വ്യാപരിക്കട്ടെ. നിങ്ങളുടെ മഹത്വത്താല് കുടുംബങ്ങൾ വിശുദ്ധീകരിക്കപ്പെടട്ടെ. കുഞ്ഞുമക്കൾ, യൗവനങ്ങൾ, മുതിർന്ന മാതാപിതാക്കൾ, സമർപ്പിതർ, വൈദികർ ദൈവശക്തിയാൽ കൂടുതൽ വിശുദ്ധീകരിക്കപ്പെടട്ടെ, നവീകരിക്കപ്പെടട്ടെ. കർത്താവേ, തിരുസഭ അനുഗ്രഹിക്കപ്പെടട്ടെ. തിരുസഭയിൽ അങ്ങയുടെ മഹത്തായ സമയം വ്യാപരിക്കട്ടെ. ഈ സമയം ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന മുഴുവൻ മക്കളും അനുഗ്രഹിക്കപ്പെടട്ടെ. കർത്താവേ, വ്യത്യസ്തമായ ഭൂഖണ്ഡങ്ങളിൽ നിന്നുകൊണ്ട് ഈ സമയം, ഈ രാവിൽ കർത്താവിനെ ആരാധിക്കുന്ന അങ്ങയുടെ മക്കൾ സൗഖ്യം പ്രാപിക്കട്ടെ. ദൈവശക്തിയാൽ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ സംഭവിക്കട്ടെ. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നു ഈശോയേ. കർത്താവേ, നിങ്ങളുടെ കരം നീട്ടണേ, കരം നീട്ടണേ, കരം നീട്ടണേ, കരം നീട്ടണേ. ഉത്തീതനായവനേ, ഉത്ഥാനമേകണമേ. ഉത്തീതനായവനേ, ഉത്ഥാനമേകണമേ. ഉത്തീതനായവനേ, ഉത്ഥാനമേകണമേ. കർത്താവിന്റെ ആശീർവാദം നമ്മൾ സ്വീകരിക്കുകയാണ്. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ടെങ്കിൽ, ക്രിസ്തുവിനെ ഉയർപ്പിച്ചവൻ നിങ്ങളുടെ മർത്യ ശരീരങ്ങൾക്കും നിങ്ങളിൽ വസിക്കുന്നതിൻ്റെ ആത്മാവിനാൽ ജീവൻ പ്രദാനം ചെയ്യും. കർത്താവ് ഈ സമയം നമ്മളെ ആശീർവദിക്കുമ്പം നമ്മുടെ ജീവിതത്തിൽ വിമോചനം ആവശ്യമുള്ള, ഉത്ഥാനം ആവശ്യമുള്ള മേഖലകളെ സമർപ്പിക്കുക. ദുശ്ശീലങ്ങളായിരിക്കാം, തകർച്ചകളായിരിക്കാം, കടബാധ്യതകളായിരിക്കാം, നിരാശയായിരിക്കാം, മരണചിന്തകളായിരിക്കാം, നമ്മളെ ഭാരപ്പെടുത്തുന്ന, വിട്ടുമാറത്തില്ല എന്ന് വിചാരിക്കുന്ന ദുരിതങ്ങളായിരിക്കാം. ഈ നിമിഷങ്ങളിൽ കർത്താവിനെ സാക്ഷ്യപ്പെടുത്തും എന്നുള്ളൊരു വലിയ തീരുമാനം ആത്മാവിലെടുത്തുകൊണ്ട് മക്കൾ ഈശോയെ എന്ന് വിളിക്കുമ്പം ദൈവശക്തി കടന്നു വന്ന് മക്കളെ ശക്തിപ്പെടുത്തുന്നു, സുഖപ്പെടുത്തുന്നു, വിമോചനം നൽകുന്നു. എല്ലാ മക്കളും വിളിക്കട്ടെ. ഈ സമയം അത്ഭുതകരമായ, അപരിമേയമായ ദൈവാത്മാവിന്റെ ശക്തി മക്കളുടെ കുടുംബങ്ങളിൽ, സമൂഹങ്ങളിൽ ശക്തിയായി, വ്യക്തികളിൽ വിമോചനമായി കർത്താവിന്റെ മഹത്വം കടന്നു വരുന്നു. എല്ലാ മക്കളും വിളിക്കട്ടെ ഈശോയേ.